മമ്മൂട്ടി, പൃഥ്വിരാജ്, ഹൈലൈറ്റ്, മലബാർ, സൈലം, ഇതിൻ്റെ ഒക്കെ പിന്നിൽ കുറേ ശക്തികളുണ്ട്. അതിൽ ഒരു ശക്തിനെയാണ് നമ്മളിന്ന് കാണാൻ പോണത്. എന്താണ് ഈ കമ്പനി സെക്രട്ടറി? കമ്പനി സെക്രട്ടറി സർട്ടിഫൈ ചെയ്ത് ഫയൽ ചെയ്താൽ മാത്രമേ ഗവൺമെൻറ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഗവൺമെൻറ് അതിൻ്റെ ഒരു ഓതൻറ്റിസിറ്റി ഫൈനലി പറയുന്നൊരു വ്യക്തി അതാണ്. ഇന്ത്യയിലെ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു നിയമം, കമ്പനി സെക്രട്ടറീസ് ആക്ട് പ്രകാരം ഒരു സർട്ടിഫിക്കേഷൻ പവർ. പിന്നെ ഒരു ബിസിനസ് ആർക്കിടെക്റ്റ് എന്ന നിലയ്ക്ക് എനിക്കൊരു ഡ്രീമുണ്ട്, ആസ് എ പ്രൊഫഷൻ എനിക്കൊരു ഡ്രീമുണ്ട്, എൻ്റേതായ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ സുലൈമാൻക്ക് ശരിക്ക് മകനെ ഞാൻ മനസ്സിലാക്കുന്നത് ഊട്ടിയിലെ അവിടെ കൊണ്ടുപോയി ഗുഡ്ഷപ്പേർഡിൽ ആദ്യം അഡ്മിഷൻ കിട്ടിയില്ല, പിന്നീട് കിട്ടി. പിന്നീട് മൂപ്പരെന്നെ സ്കൂൾ തുറക്കണം, ഓനെക്കൊണ്ട് തന്നെ ഒരു സ്കൂൾ ഓപ്പൺ ചെയ്യിപ്പിക്കണം. ഓർക്കവിടെ കുറച്ച് ഇൻസൾട്ടിങ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻസൾട്ടിങ് ആണ് മൂപ്പര് പിന്നെ ഇതിനെ വൈറ്റ് സ്കൂളാക്കിയിട്ട് മാറ്റിയത്. പിന്നെ നമുക്കൊരു സ്ഥലം വരെ പോകേണ്ട വണ്ടി കയറാം, ചെറിയ പഴയ ബെൻസിൽ ലാപ്ടോപ്പ് എടുക്കണം. ഇങ്ങനെ കുറ്റിക്കാട്ടൊരു ഈ താഴെ നമ്മളിങ്ങനെ കുന്ന് കയറിയില്ലേ, താഴെ കൊണ്ടുവന്ന് നിർത്തി. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു കുന്നുണ്ട്, ഇതൊന്ന് കാണാൻ നീ വാ. ഞാൻ പറഞ്ഞു ഇത് കാടാണ്, കുന്നല്ല. മുണ്ട് മടക്കി കുത്തിയിട്ട്, അതായത് മലബാർ ഗോൾഡിന്റെ ചെയർമാൻ കുന്ന് കയറി ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്, വിയർത്തൊലിച്ചിട്ട്. എന്നോട് പറഞ്ഞു ഇപ്പൊ MOU എഴുതണം. നിങ്ങളെ ഓൺലൈൻ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 50-ൽ പരം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പലരും നമ്മളടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരാറുണ്ട്. ഇപ്പം അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെയുള്ള യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. ഇന്ന് കുറച്ചൊരു മാറ്റം വരുത്താന്ന് വെച്ചു. നമ്മളെപ്പോഴും ഇരുന്നിട്ടല്ല സംസാരിക്കാൻ, ഇന്ന് കാറിൻ്റെ ഉള്ളിലാണ് പോഡ്കാസ്റ്റ്. നമ്മളെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ലീഡിങ് കമ്പനി സെക്രട്ടറി, കാലിക്കറ്റ് അല്ല കേരളത്തിൽ തന്നെ ലീഡിങ് കമ്പനി സെക്രട്ടറി, മമ്മൂട്ടി, പൃഥ്വിരാജ്, ഹൈലൈറ്റ്, മലബാർ, സൈലം, ഇതിൻ്റെ ഒക്കെ പിന്നിൽ കുറേ ശക്തികളുണ്ട്. അതിൽ ഒരു ശക്തിനെയാണ് നമ്മളിന്ന് കാണാൻ പോണത്. കമ്പനി സെക്രട്ടറി ആഷിഖ്. യെസ്, വെൽക്കം ടു ഇകോം ഷോ. താങ്ക് യു. അപ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഈ കമ്പനി സെക്രട്ടറി? കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ പറയുന്നത് പിന്നെ എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബോർഡ്, അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കമ്പനിയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സും ബോർഡും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ എന്നുള്ളതാണ് നമ്മൾ ഇനീഷ്യലി ഇതിനെക്കുറിച്ച് പഠിച്ചത്, കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ പഠിക്കുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ബേസിക്കലി കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു നിയമം, കമ്പനി സെക്രട്ടറീസ് ആക്ട് പ്രകാരം ഒരു സർട്ടിഫിക്കേഷൻ പവർ, കമ്പനിയുടെ ഡോക്യുമെൻസും കമ്പനിയുടെ ഒരുപാട് വാലിഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. പിന്നെ ആനുവൽ റിട്ടേൺ, കംപ്ലയൻസ്, സെക്രട്ടറിയൽ ഓഡിറ്റ്, ഇങ്ങനെ കുറേ റിപ്പോർട്ട്സുകൾ സർട്ടിഫൈ ചെയ്ത് കമ്പനി സെക്രട്ടറി സർട്ടിഫൈ ചെയ്ത് ഫയൽ ചെയ്താൽ മാത്രമേ ഗവൺമെൻറ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഗവൺമെൻറ് അതിൻ്റെ ഒരു ഓതൻറ്റിസിറ്റി ഫൈനലി പറയുന്നൊരു വ്യക്തി അതാണ്. പിന്നെ കമ്പനീൻ്റെ എംപ്ലോയ്മെൻറ്റിൽ വരുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ വൺ ഓഫ് ദ മെമ്പറാണ്, കീ മാനേജറിയൽ പേഴ്സൺ എന്ന് പറയും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് നടക്കുമ്പോൾ എന്തായാലും കമ്പനി സെക്രട്ടറി വേണം. അദ്ദേഹമാണ് ഈ മീറ്റിംഗ് നടത്തുന്നത്, അജണ്ട സെറ്റ് ചെയ്യുന്നത്, കമ്പനികളുടെ പിന്നെ റിപ്പോർട്ട്സുകൾ ബോർഡിൽ എന്ത് വരണം, ബോർഡിൽ നിന്ന് വൺസ് ഡിസിഷൻ ആയാൽ അത് റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എക്സിക്യൂഷന് വിടുന്നത്, ആ എക്സിക്യൂഷൻ ടൈമിൽ നടന്നോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഭയങ്കര പവർഫുൾ പോസ്റ്റാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. ഇപ്പോൾ ലൈക്ക് നമുക്കൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്റ്റുഡൻസിനോടൊക്കെ കമ്പനി സെക്രട്ടറി എന്താന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ കാരണം ഇപ്പം കേരള സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് CM ഉണ്ടാവും, അതേപോലെ നമ്മളെ രാജ്യത്തിന് പ്രധാനമന്ത്രിയൊക്കെ ഉണ്ടാവും ഒരു കൺട്രിക്ക്. പക്ഷെ അത് ഗവേണിങ് ചെയ്യുന്ന ഒരു ബാക്ക് എൻഡിൽ ഏറ്റവും പവർഫുൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി അല്ലേ? ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ ചീഫ് സെക്രട്ടറി. അപ്പോൾ ഈ ചീഫ് സെക്രട്ടറിയുടെ റോളാണ് ആക്ച്വലി
കമ്പനി സെക്രട്ടറിക്ക് കമ്പനിയിലുള്ളത്. വൺസ് അദ്ദേഹം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പേപ്പേഴ്സിന് വാല്യൂ ഉള്ളൂ. അപ്പോൾ അത്രയും പവർഫുൾ ആണ്. ഫൗണ്ടേഴ്സ് ഡിസിഷൻ എടുത്തിട്ട് കാര്യമില്ല, കമ്പനി സെക്രട്ടറി ഫൗണ്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്ന കമ്പനി സെക്രട്ടറിയും കൂടി അപ്രൂവ് ചെയ്തിട്ടാണ് ഒരു നമ്മുടെ ടെൻഡറിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഗവൺമെൻറ് അതോറിറ്റി ആയിട്ട് ലൈസൻസ് ചെയ്യുമ്പോൾ അപ്പോൾ ഈവൻ ഒരു ബാങ്ക് ഡോക്യുമെൻ്റ് ബാങ്കിലേക്ക് ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറി സൈൻ ചെയ്യണം. ഈവൻ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടായാലും കമ്പനി സെക്രട്ടറിയും കൂടെ സൈൻ ചെയ്യണം. അപ്പോൾ അത്രയും പവർഫുൾ ഒരു പോസ്റ്റാണ്. പിന്നെ അതിന് ലിമിറ്റ് ഉണ്ട്. ഒരു 10 crore ക്യാപിറ്റലുള്ള കമ്പനീൻ്റെ മുകളിൽ മതി നിർബന്ധമായിട്ട് കമ്പനി സെക്രട്ടറി, മാൻഡേറ്ററി ആണ്. അതുമുണ്ട്. ഒരു പിന്നെ ഇപ്പം 10 കോടി മൂലധനമുള്ള കമ്പനിയിൽ മൂലധനം പെയ്ഡപ്പ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പെയ്ഡപ്പ് ക്യാപിറ്റൽ. അപ്പൊ ഞാൻ ആയിക്കട്ടെ, സ്റ്റാർട്ടപ്സിന് പെയ്ഡപ്പ് ക്യാപിറ്റൽ അധികം ഒന്നും ഉണ്ടാവില്ലല്ലോ. സ്റ്റാർട്ടപ്പിന് ഈ കമ്പനി സെക്രട്ടറി അപ്പോയിന്റ്മെന്റ് നിർബന്ധമല്ല. അവിടെ നമ്മളെ റോള് ഡിഫറെന്റാ. അവിടെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെയൊക്കെ പ്രൊഫഷൻ ഞാൻ പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്നിട്ട് ഒരു കമ്പനീനെ മാത്രം അഡ്വൈസ് ചെയ്യുന്നതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഐ സെലക്റ്റഡ് പ്രാക്ടീസിങ് പ്രൊഫഷൻ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഐ ക്യാൻ സെർവ് thousands ഓഫ് ക്ലയൻസ് അറ്റ് എ ടൈം. അവിടെയും ഞാൻ പറയുന്നു, ഇപ്പോഴത്തെ ഒരു AI ടൂളൊക്കെ വരുന്ന സമയത്ത് ഈ ടിപ്പിക്കൽ സിഗ്നേച്ചറും ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നാളെ റീപ്ലേസ് ചെയ്യപ്പെട്ടേക്കാം. ഓക്കെ, ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പം ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തുടക്കത്തിലെ നമ്മളൊരു ബിസിനസ് ആർക്കിടെക്റ്റ് എന്ന് നമ്മൾ തന്നെ നമ്മളെ സ്വയം വിളിക്കുക എന്നൊക്കെ പറയില്ലേ. മറ്റേ വിമൽ കുമാറിനെ എന്തോ വിളിച്ച പോലെ ഞാൻ തന്നെ എന്ന് പറഞ്ഞ പോലെ ബിസിനസ് ആർക്കിടെക്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്, നമ്മളെ പ്രൊഫഷനെ കൊണ്ടുവന്നത് ആ ഒരു കാഴ്ചപ്പാടിലാണ്. അതായത് ബിസിനസ് ആർക്കിടെക്ട് പറയുമ്പോൾ ഒരു ആർക്കിടെക്ട് എന്ന് പറയുമ്പോൾ ഡിസൈൻ ചെയ്യുന്ന അതെ, ഇപ്പൊ ഒരു ആർക്കിടെക്ട് റോൾ എന്താ? അയാളൊരു ശില്പിയാണ്. ഈ ആർക്കിടെക്ട്, നമ്മൾ ആർക്കിടെക്റ്റിന്റെ അടുത്ത് പോകുന്നത് എന്താ? നമ്മളൊരു മനസ്സിലുള്ള ഒരു ആഗ്രഹം, നമ്മളെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആർക്കിടെക്റ്റിനോട് നമ്മളിപ്പോൾ ഈവൻ ഒരു മാൾ ഉണ്ടാക്കട്ടെ, വീട് ഉണ്ടാക്കട്ടെ, റെസിഡൻഷ്യൽ വാട്ടെവർ, ഒരു റിസോർട്ട് ഉണ്ടാക്കട്ടെ, നമ്മളെ കറക്റ്റ് റിക്വയർമെൻറ്റും നമ്മളെ ആഗ്രഹവുമാണ് അദ്ദേഹത്തോട് ഫസ്റ്റ് പറയുന്നത്. നമ്മൾ ഡ്രീമാണ് ഷെയർ ചെയ്യുന്നത്. ഒരു ഡ്രീം ഷെയർ ചെയ്യുന്ന അതേ പൊസിഷനിലാണ്. എന്നിട്ട് അദ്ദേഹം ആ പറഞ്ഞ് നമ്മളെ കസ്റ്റമറെ കേട്ടിട്ട് ആ കേട്ടത് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ അതുവരെ വരയ്ക്കുകയാണ്, ഒരു മാസ്റ്റർ പ്ലാൻ വരയ്ക്കുകയാണ്. ആ മാസ്റ്റർ പ്ലാൻ വരച്ച് ആ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ നമുക്കൊരു ഇതിങ്ങോട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെ വരച്ച് തരുന്ന ഒരാൾ. പിന്നെ നാളെ അദ്ദേഹം വരച്ചതിന് ശേഷം അപ്രൂവ് ചെയ്തതിനു ശേഷം അദ്ദേഹം ബിൽഡ് ചെയ്യാണ്. ബിൽഡ് ചെയ്യുന്നത് ഫണ്ട് കസ്റ്റമേഴ്സിൻ്റെ ആണ്, പക്ഷെ അദ്ദേഹമാണ് ബിൽഡ് ചെയ്യുന്നതും ആ ബിൽഡ് ചെയ്യുന്ന ഡ്യൂറിങ് ദ പ്രോസസ് കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യുന്നു. നാളെ അത് കംപ്ലീറ്റ് കീ ഹാൻഡ് ഓവർ ചെയ്ത് വരെ അദ്ദേഹത്തിന് റോളുണ്ട്. ചിലപ്പോൾ കീ ഹാൻഡ് ഓവർ ചെയ്താലും അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ കാര്യങ്ങൾ എവിടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുന്നതും അയാൾക്കാണ് അറിയാം, ക്രിയേറ്റർക്കാണല്ലോ അറിയാം. കറക്റ്റ് അതേ റോളാണ് ഞാൻ കമ്പനി സെക്രട്ടറിന്. ഈ ഒരു ഗവൺമെൻറ് തന്ന സർട്ടിഫിക്കേഷൻ പവറും ബോർഡിലുള്ള പവറിനേക്കാളൊക്കെ അപ്പുറം ഞാൻ എൻ്റെ പ്രൊഫഷനെ വിഷ്വലൈസ് ചെയ്തത് ഒരു ആർക്കിടെക്റ്റാണ്. ബിസിനസ്സിൻ്റെ ഒരാളെ എൻ്റെ അടുത്ത് ഡ്രീം പറയുന്നു. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു യങ്സ്റ്റർ സ്റ്റാർട്ടപ്പ് കമ്പനി, അവരവരെ ഡ്രീം എന്നോട് ഷെയർ ചെയ്യുമ്പോൾ അവരെ എൻഡ് വരെ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അവർ തുടങ്ങുന്നത് മാത്രമല്ല എൻഡിങ്ങും വിഷ്വലൈസ് ചെയ്ത് അത് ഞാൻ എനിക്ക് വരയ്ക്കുന്നതിന് പകരം അതിൻ്റെ ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കമ്പനി സെക്രട്ടറി പഠിപ്പിക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ടാക്സേഷനും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് ഞാൻ വരക്കുന്നു. അവരെ വിഷനെ ഡോക്യുമെന്റ് ചെയ്യുന്നു. ആ ഡോക്യുമെന്റ് ചെയ്ത് പിന്നെ ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജിയും നമ്മൾ SOPs ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് നാളെ അവരെ ഒരു ബേസ്. അപ്പോൾ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ റിയൽ ബിസിനസ് ആർക്കിടെക്റ്റ് ആണ്. അങ്ങനെ ഒരു ബിസിനസ് ആർക്കിടെക്റ്റ് എന്ന നിലയ്ക്ക് എനിക്കൊരു ഡ്രീം ഉണ്ട്. ആസ് എ പ്രൊഫഷൻ എനിക്കൊരു ഡ്രീം ഉണ്ട്. എൻ്റെതായ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക. ആ ബ്രാൻഡ് നാളെ നെക്സ്റ്റ് ജനറേഷൻ ആവട്ടെ, എൻ്റെ ലീഗലേഴ്സിനാവട്ടെ, അല്ലെങ്കിൽ ഏറ്റവും നന്നായി എൻ്റെ കൂടെ നിന്ന് പെർഫോം ചെയ്യുന്നവർക്കാവട്ടെ, അല്ലെങ്കിൽ ഈ ഒരു കൾച്ചർ, ഈ ഒരു സാധനത്തിനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പം
ടീം ജൂനിയേഴ്സിന്, എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത ജൂനിയേഴ്സിനെയൊക്കെ ഞാൻ പറയുക, നിങ്ങളെല്ലാവരും ഈ ഒരു ബിസിനസ് ആർക്കിടെക്റ്റ് ആയാലേ നിങ്ങളെ സസ്റ്റൈനബിലിറ്റി നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ലെവലിലാണ് ഞാൻ എൻ്റെ ഒരു പ്രൊഫഷനെ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ബിസിനസ് ആർക്കിടെക്റ്റ് ആണ് എന്ന് നിരന്തരം നമ്മളെ ഫെറ്റേണിറ്റിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിഷനും കൂടെ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം എൻ്റെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക, കൂടെ എന്നിലൂടെ എൻ്റെ ബ്രാൻഡിലൂടെ ഒരുപാട് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ബ്രാൻഡ്, എനിക്കൊരു 10 ബ്രാൻഡ് കംപ്ലീറ്റ്ലി ഞാൻ മെൻറ്റർ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വലിയ ഒരുപാട് ബ്രാൻഡിൻ്റെ കൂടെ തുടക്കം മുതൽ ആ ഭാഗമാവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയും ബിസിനസ് ജസ്റ്റ് ടിപ്പിക്കൽ കമ്പനി സെക്രട്ടറി വർക്കിന് പകരം അവിടെയും എൻ്റെ മൈൻഡിൽ ഒരൊറ്റ എന്താ പറയുക സ്ലോഗനേ ഉള്ളൂ, ബിസിനസ് ആർക്കിടെക്ട്. എവിടെയൊക്കെ ബിസിനസ് പഠിക്കാൻ പറ്റുമോ അവിടെയൊക്കെ ബിസിനസ് പഠിച്ചുകൊണ്ട് അതിനെ ആർക്കിടെക്ചറൽ റോൾ എടുത്തുകൊണ്ടുള്ളൊരു പരിപാടി. അപ്പൊ അങ്ങനെ ഞങ്ങള് പിന്നെ പണിത കമ്പനികളാണ് ഹൈലൈറ്റും മലബാറും ഒക്കെ പറയാൻ പറ്റുമോ? മലബാർ ഒരുപക്ഷെ മലബാർ അതിന് മുന്നേ അവർ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മലബാറിന് പറ്റിയത് എന്ന് പറയുന്നത് പിന്നെ മലബാറിന്റെ 7th ബ്രാഞ്ച് ഓൺവേർഡ്സ് ഞാൻ മലബാറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പല്ല ആർക്കിടെക്ട്സ് പോരാ, ഒരു പുതിയ ആളും കൂടി കയറ്റണമെന്ന് അവർക്ക് തോന്നിയപ്പോ യെസ് അവര് തുടക്കത്തിൽ അവരെ പ്രൊഫഷണൽസിന്റെ റിക്രൂട്ട്മെന്റ് പിന്നെ പ്രൊഫഷണലിസം കൊണ്ടുവരണം എന്ന് ആദ്യം ആഗ്രഹിച്ചപ്പോൾ ആദ്യത്തെ റിക്രൂട്ട്മെന്റിൽ പെട്ട ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് കാര്യമായിട്ട് അറിയേണ്ടത് ആ ഒരു സൈലം സ്റ്റോറി ഉണ്ടല്ലോ, സൈലം നിങ്ങൾ തുടങ്ങിയതും അത് അനന്തും നിങ്ങളടുത്ത് എത്താൻ കാരണവും ഇതൊക്കെ ഒന്ന് നമുക്ക് ഡീപ്പായിട്ട് പോയാൽ കൊള്ളാം. ഓക്കെ. സൈലം എന്നൊരു ബ്രാൻഡ് ഇപ്പം കാലിക്കറ്റിൽ അല്ലെങ്കിൽ മലബാറിൽ ഉണ്ടാക്കിയ ഒരു റെവല്യൂഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിസിനസ് ആർക്കിടെക്ചറൽ മൈൻഡിൽ ആ ഒരു ഇതിനെ സെറ്റപ്പ് ചെയ്തുകൊണ്ടാണ് പിന്നെ സൈലം ഇത്രയും ഒരു സക്സസ് ആക്കാൻ പറ്റിയത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബ്രാൻഡ് ഉണ്ടാക്കുന്ന എന്നല്ല. ഞാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ബ്രാൻഡ് എന്ന് പറഞ്ഞത് ആഷിഖ് ആൻഡ് അസോസിയേറ്റ്സ് ആണ്. ആദ്യം അത് ആഷിഖ് സമീർ ആയിരുന്നു, എൻ്റെ ഫ്രണ്ടും ഞാനും കൂടി ഡെവലപ്പ് ചെയ്തു. ഷമീർ പിന്നെ ഒരു പൊളിറ്റിക്കൽ അസൈൻമെന്റ് വന്നുകൊണ്ട് നമ്മളൊരു റീബ്രാൻഡ് ചെയ്തു. സൈലം എൻ്റെ മനസ്സിലൊരു 10 ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് കോവിഡാണ് ശരിക്ക്. ഈ കോവിഡ് എൻ്റെ പേഴ്സണലി എന്നില്ലല്ല, നിങ്ങളൊക്കെ ലൈഫിൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ പുതിയ സ്റ്റാർട്ടപ്പിൻ്റെ ഒക്കെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ കോവിഡ് നമുക്ക് ഈ എന്താ പറയുക ജന്മത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഞാൻ അങ്ങനെ തന്നെ ഭയങ്കര ഭാഗ്യമാണ്. എവറി പ്രോബ്ലം ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ഭൂലോകത്ത് ഇത്രയും വലിയ പ്രോബ്ലം ഉണ്ടായി, ചില്ലറ പ്രോബ്ലം എല്ലാം ഉണ്ടായില്ല. അതായത് എല്ലാവർക്കും പട്ടിണിയിലേക്ക് പോവും, ആകെ പ്രശ്നം എന്ന് പറയുന്ന സമയത്താണ് നമ്മളെ പഠിക്കാനും സ്വയം ഓഡിറ്റ് ചെയ്യാനും ഫാമിലി റിലേഷൻഷിപ്പ് ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനും തമ്മിൽ പിന്നെ കാണാതെ ദൂരെ നിന്നിട്ടുള്ള സ്നേഹം, അങ്ങനെ കുറേ ഒരു ഇമോഷണൽ കണക്ടിവിറ്റിയും എന്താ പറയുക ഹ്യൂമാനിറ്റി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. അതിനപ്പുറത്തേക്ക് ഇനി വരുന്ന ഒരു 0 എന്ന് തുടങ്ങുന്ന ഒരു ഫീല് എല്ലാവരുടെ മനസ്സിലുണ്ടായപ്പോൾ മൈൻഡ് സെറ്റ് അതിനനുസരിച്ച് ഒരു ക്രിയേറ്റ് ചെയ്യാൻ റീസെറ്റ് ചെയ്യാൻ പറ്റി. ഒരിക്കലും നമ്മളെ ലൈഫിൽ നമ്മളെ സെൽഫ് ഓഡിറ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ല. എല്ലാവരും പ്രോബ്ലം സമയമില്ല എന്നുള്ളതാണ്. ആ ടൈമില്ലായ്ക നമ്മളെ ദൈവം പടച്ചോനെ എല്ലാവരും ഒരു ബ്രേക്ക് എടുക്കി വീട്ടിലിട്ട് പൂട്ടി, അവിടെ സെൽഫ് ഓഡിറ്റ് ചെയ്യുന്ന സിസ്റ്റം കൊണ്ടുവന്ന്. ആ സെൽഫ് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്തു, നമ്മളെ കംപ്ലീറ്റ് ക്ലീനായി മാറി, മൈൻഡ് ക്ലിയർ. പിന്നെ എത്രയോ സമയം നമ്മൾ ഈ യോഗക്കൊക്കെ പോകുന്ന പോലെ അതൊരു റീജുവനേഷനായി. പക്ഷെ അതേ സമയം ഇനി വരാനുള്ള ലോകം ഡിജിറ്റൽ ആണെന്നും ടെക്നോളജി ആണെന്നും നമ്മുടെ വല്യമ്മമാരെ വരെ പഠിപ്പിച്ച് ഒരിക്കലും നമുക്കൊരു സമയം എടുത്തിട്ട് പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് പഠിക്കാനൊന്നും കഴിയില്ല. എല്ലാവരും ഓടുമായിരുന്നു, ഭയങ്കര ഓട്ടത്തിൽ. അവിടെ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓക്കെ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് ഇനി അടുത്തൊരു ലോകം വരുന്നു, ആ ലോകത്തിലേക്ക് ആവശ്യം
ടെക്നോളജിയാണ് നമ്മൾ ഇത് ഫോഴ്സ്ഫുള്ളി പഠിപ്പിക്കുകയാണ്. ശരിയാ. ഫോഴ്സ്ഫുള്ളി പഠിപ്പിച്ചു. അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ കോളും ഫാമിലികൾ എല്ലാവരും വീട്ടിലേക്ക് സൽക്കാരത്തിന് പോകണ്ട, അതിന് പകരം സൂമിൽ സൽക്കാരം ഇരിക്കുക, അവരവരെ വീട്ടിലുണ്ടായിരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് വീഡിയോ കോളിൽ സംസാരിക്കുന്നു, അതായത് ഭക്ഷണം കാണിക്കുന്നു, ഇന്ന് ഇവിടെ ഇതാണ്, ഇന്ന് മെനു ഇതാണ്. പെരുന്നാൾ ആഘോഷിച്ചിരുന്നു. ഈവൻ സൂമില് നമസ്കാരം വരെ, കുത്തുബ വരെ നമ്മളെ ഫാമിലിയിലൊക്കെ നടത്തിയിരുന്നു. ഒരിക്കലും ഒരു പെരുന്നാളിന് ലോക്ക്ഡൌൺ ആയ സമയം. അപ്പൊ അങ്ങനെ വന്ന ഒരു അനുഗ്രഹം ശരിക്കും അത് ബിസിനസ്സിൽ നമ്മളോട് അന്ന് ഞാൻ ULCCയുടെ ചെയർമാൻ, ഞങ്ങൾ ഈ ബ്രാൻഡിലൊക്കെ ഞാൻ രമേശ് ചേട്ടൻ, ഞങ്ങൾ ഇവർക്കൊക്കെ പല വർക്കും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവരെ ഒരു സീരീസ്, എല്ലാരെയും കൊണ്ട് ഒരു സീരീസ് അന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ, ഇപ്പം ഷാനൊക്കെ ചെയ്യുന്ന പോലെ അല്ല, ഒരു ടോക്ക് അന്ന് ഫേസ്ബുക്ക് അട്രാക്ട്, ഫേസ്ബുക്കിൽ പറയിപ്പിച്ചു, പോസിറ്റീവ് ടോക്ക് പറയിപ്പിച്ചു എല്ലാവരും. ഈവൻ വലിയ വലിയ എക്സ്പീരിയൻസ്ഡ് കൺസൾട്ടന്റ് EY, KPMG, ഡെലോയിറ്റിന്റെ ഒക്കെ ഈ നമ്മുടെ ടോക്ക് ഞാൻ ആ സമയത്ത് കേൾക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ഭയങ്കര നെഗറ്റീവാണ്. ഇതാണ് എൻ്റെ ഓഫീസ്, ബിസിനസ് ആർക്കിടെക്ടിന്റെ ഓഫീസാണത്. അതെ അതെ. അപ്പം ആ സമയത്ത് എല്ലാവരും നെഗറ്റീവ് പറയുമ്പോൾ വ്യത്യസ്തനായിട്ട്, ഇപ്പോൾ ഇ-കോം ഷോ ഒക്കെ പോലെ ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയാം എന്ന് തോന്നി എല്ലാവരും പോസിറ്റീവ് ആക്കുക. ജനങ്ങളൊക്കെ അവരവരുടെ സ്വത്ത് അല്ലെങ്കിൽ പിന്നെ ക്യാഷ് കെട്ടിപ്പൂട്ടി വെച്ച് നാളെ പട്ടിണി മാറ്റാം, നാളത്തേക്ക് റിസർവ് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റം കൊണ്ട് എല്ലാവരും ബാങ്കിലിട്ടു, ക്യാഷ് ഉള്ളത് ചെലവാക്കുന്നത് ഭയങ്കര കുറഞ്ഞു. മാർക്കറ്റിൽ ക്യാഷ് ഫ്ലോ ഹോൾഡ് ചെയ്ത് എല്ലാവരും ഹോൾഡ് ചെയ്ത്, ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞ ഈ സൈക്കിൾ എല്ലാവരും അവരവിടെ ഹോൾഡ് ചെയ്തപ്പോൾ ബിസിനസ് ആകെ തകർന്ന്. അപ്പൊ ഇവരെ കൊണ്ട് വീണ്ടും ഫണ്ട് തിരിച്ചിറക്കണമെങ്കിൽ നെഗറ്റീവ് മൈൻഡ് സെറ്റ് പറ്റില്ല. പോസിറ്റീവായിരുന്നു, നാളെ നല്ലൊരു കാലം വരാനുണ്ടെന്ന് ആരെങ്കിലും ഒന്ന് പറയണം. അങ്ങനെയാണ് ഞാൻ എന്നെ സ്വയം പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞാൽ പോരാ, ഇത് പറയണമെങ്കിൽ ആഷിക്ക് എന്താ ബിസിനസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദ്യം വരും. പക്ഷെ എൻ്റെ ക്ലയന്റിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു. അതിൽ ഏറ്റവും ഓരോ സെക്ടറിൽ ഇപ്പം നമുക്ക് മലബാർ ഗോൾഡിൽ അഹമ്മദ് ഖാനെ കൊണ്ട് സംസാരിപ്പിച്ചു. ആസ്റ്ററിൽ ആസാദ് ഖാൻ്റെ ക്ലയൻ്റാണ്, ആസ്റ്ററിൻ്റെ ആസാദ് ഖാനെ കൊണ്ട് പറയിപ്പിച്ചു. ABC ഈ ഹൗസ് ബിൽഡ് മദനിനെ കൊണ്ട് പറയിപ്പിച്ചു. ഹൈലൈറ്റ് സുലൈമാൻ ഖാനെ കൊണ്ട് പറയിപ്പിച്ചു. രമേശ് ചേട്ടനെ കൊണ്ട് പറയിപ്പിച്ചു. പിന്നെ സജി ഗോവിന്ദ, ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന, ഇന്ററാക്ട് ചെയ്യുന്ന IIM കേരള സ്റ്റാർട്ട്, അദ്ദേഹത്തിനെ കൊണ്ട് പറയും. അപ്പൊ എങ്ങനെ പറയിപ്പിക്കാം? കണക്ടിവിറ്റി ഇല്ലല്ലോ, ലോക്ക്ഡൌൺ അല്ലേ. അപ്പൊ ഞാൻ അവരെ കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യിപ്പിച്ചു. കണ്ടന്റ് ഞാൻ കൊടുത്തു. ഞാൻ ചോദിക്കുന്നത് ഇതായിരിക്കും, ഈ ചോദ്യം ഞാൻ ഓവർ ദ ഫോൺ പറഞ്ഞു, വോയിസ് ഇട്ടു, വാട്സപ്പിൽ വോയിസ് ഇട്ടു, അവരത് പറഞ്ഞിട്ട് അതിനെ ആൻസർ ചെയ്തു. അപ്പൊ അവരെല്ലാരും അതില് കല്യാൺ സിൽക്സിന്റെ പട്ടാഭിരാമൻ, അദ്ദേഹം എന്നോട് പറഞ്ഞത്, ആഷിക്ക് ഇതൊന്നും നടക്കില്ല, ആകെ പ്രശ്നമാണ്, വെറുതെ നമ്മൾ പോസിറ്റീവ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ലോകം മുന്നോട്ട് പോകും, ജനങ്ങളും മുന്നോട്ട് പോകും, ജനങ്ങൾക്ക് പിന്നെ ജീവിച്ചേ മതിയോ. അപ്പൊ അവരവരേതായ വഴി കണ്ടെത്തൂലേ. അപ്പൊ അവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലേ? നിങ്ങൾ അവനോട് പറഞ്ഞ് കെട്ടിക്കിടക്കുന്ന സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇനി വരാൻ പോകുന്ന ഡിജിറ്റലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എല്ലാവരും എനിക്ക് അവിടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എൻ്റെ ഒരു ത്രെഡ് അവർ പിന്നെ എന്താ പറയുക, ഒരു ചെറിയൊരു ഹിന്റ് കിട്ടിയത്, ഒരു സ്പാർക്ക് കിട്ടിയത്, നമ്മൾ സൂമിൽ സംസാരിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എല്ലാവരും 1 മിനിറ്റ് ഇട്ടോ എന്ന് പറഞ്ഞൊന്ന് എയർ കോംബ് ചെയ്ത് വൃത്തിയായി ലിപ്സ്റ്റിക് ഇട്ട് ഡ്രസ്സ് ഒന്ന് മാറി വരും. ഓക്കെ, ഇതാണല്ലോ ഇനി വരാൻ പോകുന്നത്. അപ്പൊ വിസിബിലിറ്റി ത്രൂ ഡിജിറ്റലി കൂടുമ്പോ, ഇപ്പൊ ഞാൻ വെച്ച കൂളിംഗ് ഗ്ലാസ് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ വേറെ സ്പെക്സ് വെക്കും. കാരണം ഇത് ഓൾറെഡി കണ്ടുപോയി. പക്ഷെ നോർമലി ഈ വീഡിയോസും മറ്റൊന്നും വരുന്നതിനെ അധികം ശ്രദ്ധിക്കില്ല, ഒരേ സ്പെക്സ് വെച്ചിട്ട് പോകും, അല്ലെങ്കിൽ ഒരേ സൺഗ്ലാസ് വെച്ചിട്ട് പോകും. അപ്പൊ ആൾക്കാർക്ക് ഇത് കൂടുമെന്ന് എനിക്കിങ്ങനെ തോന്നി. ഞാൻ കല്യാൺ പട്ടാഭി രാമനെ കൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഡ്രസ്സ് ഇനി വരാൻ പോകുന്നത് ആൾക്കാർ കോസ്റ്റ്ലി പകരം കുറച്ചും കൂടെ റീയൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ചിലപ്പോ വരില്ലേ? നിങ്ങൾ നോക്ക്, സുഡിയോ എന്താ ചെയ്തേ? സുഡിയോ ഫാസ്റ്റ് ഫാഷൻ, അതായത് ഹൈപ്പർ മാർക്കറ്റിൽ കയറുന്ന പോലെ ഡ്രസ്സ് വാങ്ങാൻ ആൾക്കാരെ കയറ്റി. അതാണ് ടാറ്റ ചെയ്തത്. ടാറ്റന്റെ ഇന്നോവേഷൻ എന്ന് പറയും. ടാറ്റന്റെ ഇന്നോവേഷൻ ആഫ്റ്റർ കോവിഡ്, പോസ്റ്റ് കോവിഡിൽ ആൾക്കാർ യൂസ് ചെയ്ത് നമ്മൾ ഒരു ഷർട്ട് ചിലപ്പോൾ 5 വർഷമൊക്കെ പണ്ട് യൂസ് ചെയ്തത് ഇപ്പം ഒരു 6 മന്ത്സ് കഴിഞ്ഞ് നമ്മൾ എറിഞ്ഞിട്ട് മാറ്റിയിട്ട് പുതിയത് എടുക്കുകയാണ്.
അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വരും. അപ്പോൾ പോസ്റ്റ് കോവിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ പറയുക, വരാൻ പോകുന്ന ഒരു സുവർണ കാലമാണ്. എങ്ങനെ അതിന് വേണ്ടി മൈൻഡ് സെറ്റും റീസെറ്റ് ചെയ്ത് ലൈഫും സ്റ്റൈലും ബിസിനസ്സും എല്ലാം മാറി റീസെറ്റ് ചെയ്ത് ഒരു ആൾക്കാർക്ക് സക്സസ് ആവാം എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. അതായത് നിങ്ങൾ പറഞ്ഞ് പട്ടാഭിരാമനോട് പറഞ്ഞ് പിന്നെ സൂമിൽ ആൾക്കാർ ഇങ്ങനെ സ്ഥിരമായിട്ട് പോകുമ്പോൾ അവരവരെ ഡ്രസ്സിംഗ് മാറും, കുറച്ചുകൂടെ മാറും. പിന്നെ ആമക്കിനോട് പറഞ്ഞു ഈവൻ ഓർണമെന്റ്സ് ഒക്കെ ഒരു ഗോൾഡ് വാങ്ങിയിട്ട് പണ്ട് 100 പിന്നെ കിലോ അല്ലെങ്കിൽ 100 ഗ്രാം പവനൊക്കെ വാങ്ങിയ ആൾക്കാരൊക്കെ കൂടുതൽ വീണ്ടും യൂസ് ചെയ്യുന്നതൊക്കെ വരില്ലേ. ഈവൻ വെറൈറ്റിക്ക് മലബാർ ഇപ്പം ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ വാല്യൂ ചെയിൻ അങ്ങനെ എങ്ങനെയെന്നൊക്കെ കുറെ പുതിയ പുതിയ കോൺസെപ്റ്റ് ഒക്കെ വരുന്ന എഗെയിൻ ആൾക്കാരെ കൊണ്ട് ഗിഫ്റ്റ്. അതായത് പിന്നെ അമോദ്ക പറയുന്നു സ്ത്രീയും പുരുഷനും എല്ലായിടത്തോളം കാലം ഭൂമിയിൽ ഗിഫ്റ്റിംഗ് ഉണ്ടാവും. അപ്പൊ ഗിഫ്റ്റ് മെറ്റീരിയൽ ആയിട്ട് ഗോൾഡിനെ മാറ്റി. അപ്പൊ ആൾക്കാർ യൂസ് ചെയ്യുന്ന, അതായത് പണി മേക്കിംഗ് ചാർജ് അധികം നോക്കൂല, അതിനേക്കാൾ കൂടുതൽ വീണ്ടും വീണ്ടും വാങ്ങാനുള്ള ട്രെൻഡ് ഇവരൊക്കെ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോവിഡിന് ഡിജിറ്റലി ഡിജിറ്റൽ പിന്നെ ഈ പറഞ്ഞ വയസ്സായ ആൾക്കാരും കുട്ടികളും ഒക്കെ ഓൺലൈൻ പഠിക്കുന്നു. അപ്പോൾ എല്ലാവരുടെ കയ്യിലും പിന്നെ ലോകം ഒരു വിരൽത്തുമ്പിലാകുന്ന ഒരു ഫീല് വന്നു തുടങ്ങിയിരുന്നു. അപ്പൊ ഈ സീരീസിൽ ഞാൻ ഇവരെ കൊണ്ട് പോസിറ്റീവായിട്ട് പറഞ്ഞു. അതായത് ഞാൻ എല്ലാരും പോഡ്കാസ്റ്റ് വെച്ചിട്ട് പഠിക്കുന്ന പോലെ അന്നത് ഫേസ്ബുക്കിൽ എനിക്ക് ക്യാമറേന്റെ ഇതൊന്നുമില്ല. എനിക്ക് ക്യാമറ. അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് പിന്നെ അഫ്താബ് എന്ന് പറഞ്ഞ പിന്നെ ഒരു എക്സ്പ്രസോ ഉണ്ട്, അഫ്താബിനെ വിളിച്ചു. പോഡ്കാസ്റ്റ് അഫ്താബിനോട് ഞാൻ പറഞ്ഞു, അഫ്താബ് എനിക്ക് ഈ രാത്രി ഇങ്ങനെ ഉറങ്ങാതെ കുറെ നേരം നിൽക്കുന്ന സ്വഭാവമുണ്ട്. ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെ ആലോചിക്കുക, അങ്ങനെ കുറെ ഇങ്ങനെ. ഇപ്പൊ പക്ഷെ അത് ഫോൺ നോക്കിയിട്ട് ആലോചിക്കില്ല കേട്ടോ, അത് വേറൊരു സ്റ്റൈൽ. അപ്പൊ അഫ്താബിനെ ഞാൻ വിളിച്ചു, അഫ്താബ് നിന്റെ ക്യാമറ ഒക്കെ ഉണ്ട് ചോദിച്ചു. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. പിന്നെ ഷമീറിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഷമീർ നിങ്ങളെ പാർട്ണർ. അപ്പം നമുക്ക് പിന്നെ ഈ കോവിഡിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഈ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ, എല്ലാവരും പറഞ്ഞ നമ്മള് CSR അതാ, നമുക്ക് പൈസ ആയിട്ട് കുറെ കൊടുക്കാൻ കഴിയില്ല. സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞാൽ സൊസൈറ്റിനെ കംപ്ലീറ്റ് പോസിറ്റീവ് ടോക്ക് ഉണ്ടാക്കുക. നടക്കൂ ഞാൻ പറഞ്ഞു നടക്കുമെന്ന് വെച്ചാല്, കാരണം നടന്നിട്ടില്ലെങ്കിൽ എല്ലാവരും ലൈഫും എന്താ, നമ്മളൊന്നും നടക്കൂല എന്ന് പറഞ്ഞ നിന്നിട്ട് കാര്യം. ഡീസൽ അടിച്ച പെട്രോൾ അടിച്ചില്ലെങ്കിൽ അവിടെ നടക്കും. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞപ്പം ഞാൻ അഫ്താബിനോട് പറഞ്ഞു നിന്റെ ക്യാമറ വേണം, നിന്റെ നല്ല ടീം വേണം, പക്ഷേ ഇപ്പൊ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനൊരു പോലീസിന് സ്പെഷ്യൽ പെർമിഷൻ എടുത്തുതരാം, പിന്നെ മീഡിയ ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മീഡിയ നമ്മളൊരു CPM-ന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അയാളെ കൊണ്ട് ഞാനൊരു ലൈസൻസ് പോലീസ് പെർമിഷനൊക്കെ എടുത്ത് ഈ ഒരൊറ്റ ക്യാമറാമാനെ മാത്രമേ ട്രാവൽ ചെയ്യാൻ അനുവദിക്കുള്ളൂ. അയാളെ ഞാൻ അഹമ്മദിന്റെ വീട്ടിൽ വിട്ടു. ജസ്റ്റ് ഈ മീഡിയക്ക് മാത്രം ട്രാവൽ ചെയ്യണം. അല്ല അഹമ്മദ്ക്ക് അന്ന് പിന്നെ ഫോൺ എടുത്ത് ചെയ്താൽ പോരായിരുന്നു. ഫോൺ എടുത്ത് ചെയ്താൽ പക്ഷെ അഹമ്മദ്ക്ക് ഫോൺ എടുത്ത് ചെയ്യാൻ അവിടെ ഒരു അസിസ്റ്റന്റ് ഇല്ല. അപ്പൊ ഞാൻ അവിടെ പോയി, അപ്പൊ ഇദ്ദേഹത്തിന് അയച്ചു. ഞാൻ അഹമ്മദിനോട് നിങ്ങൾ ഇത് പറഞ്ഞോളൂ. പക്ഷെ അഹമ്മദിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് അത്ര ഉണ്ടായതുകൊണ്ട് പറഞ്ഞ് അങ്ങ് തുടങ്ങിയാൽ പിന്നെ കത്തി കയറും. മൂപ്പർ അങ്ങ് പറഞ്ഞു ഫസ്റ്റ് മേക്ക് ഇൻ ഇന്ത്യ മാർക്കറ്റ് ദ വേൾഡ്. ഉഗ്രൻ കോൺസെപ്റ്റ് ആയി. ഇനി ഇന്ത്യയിൽ ഉണ്ടാക്കുക വേൾഡ്. ആഷിക്ക് പറഞ്ഞ പോലെ എല്ലാരും വിരൽത്തുമ്പിലും മൊബൈൽ എത്തിയതുകൊണ്ട് ഇനി വേൾഡ് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കും, ലോകത്തിന് വെക്കും. അപ്പൊ ഡിജിറ്റലാണ്, കംപ്ലീറ്റ് ഡിജിറ്റൽ അല്ല, കഥയിലേക്ക് എത്തല്ല കാരണം. അപ്പോ അതിലേക്ക് എത്തുന്നത്. അപ്പൊ ഞാന് മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പല ബിസിനസ്സിനൊക്കെ ഭയങ്കര ഇഷ്യൂസ് വന്ന്, അപ്പൊ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ ഇൻവെസ്റ്റ്മെന്റ് ഇനി വരാൻ പോകുന്നത് എഡ്യൂക്കേഷനിലായിരിക്കും. ആൾക്കാർക്ക് എഡ്യൂക്കേഷന് സ്പെൻഡ് ചെയ്യുന്നതിന് പാരന്റ്സ് ഒക്കെ അധികം മടിക്കൂല എന്ന് എനിക്കിങ്ങനെ തോന്നി. കാരണം നമ്മൾ പലപ്പോഴും പിന്നെ പല ആൾക്കാരും ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും GCC ഇന്ത്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ GCCയിൽ ഭൂമിന്റെ അടിയിലാണ് റിസോഴ്സ്. അതെ, ഇന്ത്യയിൽ ഭൂമിക്ക് മുകളിലാണ് റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ്. എങ്ങനെ ഗൾഫിലെ അറബ്സിനൊന്നും അത്ര ഒരു എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലല്ലോ. അതെ, പക്ഷെ അവരല്ലേ ബില്യണേഴ്സ്. അതെ, കറക്റ്റ്. എന്താ ഭൂമിക്കടിയിലുണ്ട്, ഓരിയ്ക്കുന്നത് റിസോഴ്സ് മുഴുവൻ ഓരോ കാലിന്റെ ചുവട്ട് ഭൂമിക്കടിയിൽ കുഴിച്ചെടുത്തിട്ടാണ്. അതെ, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ഒരു എഫേർട്ടും ഇല്ലാത്ത റിസോഴ്സ് നമ്മളെ മുമ്പിൽ ഇന്ത്യയിലുണ്ട്. 140 കോടി ജനങ്ങളുണ്ട്,
കസ്റ്റമേഴ്സും ഉണ്ട്. അതെ. ഏറ്റവും 65% യൂത്ത് ഉള്ള ആ. ഒരു കൺട്രി. അതിന് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇനി കോവിഡിലായിരിക്കും എന്നൊക്കെ ഒരു തോന്നൽ. അപ്പൊ ആ റിസോഴ്സിൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് വരും. അതെ. സ്വാഭാവികമായിട്ട് സ്കിൽഡ് എഡ്യൂക്കേഷൻ, അതെ. അല്ലെങ്കിൽ വേഗം റിസൾട്ട് ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. ഒരുപാട് സമയം LKG മുതൽ ഇങ്ങനെ പഠിപ്പിക്കുന്നതിലല്ല കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് സ്കിൽസിലായിരിക്കും. അതിൽ കോമ്പറ്റീറ്റീവ് എക്സാം, സ്കിൽസ്, ഇതിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. വേഗം ജോലിയൊക്കെ വേഗം സെക്യൂർഡ് ആവുക. കറക്റ്റ്. അപ്പോഴാണ് ഈ എട്ടെക്കില് ഇനി ഫ്യൂച്ചർ ഉണ്ട്. ഞാൻ ഐഡന്റിഫൈ ചെയ്തിരുന്നത് കേരളത്തിൽ, എസ്പെഷ്യലി മലബാർ ഏരിയയിൽ ഹെൽത്ത് കെയറും എഡ്യൂക്കേഷൻ. പണ്ടൊട്ടെ എഡ്യൂക്കേഷൻ മലബാറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് കുറച്ചുകൂടി ടെക്നോളജി ഓറിയന്റഡ് ആയിട്ട്. കാരണം അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത് എൻ്റെ കുട്ടികളെ തന്നെ, അല്ലെങ്കിൽ അവരെ ഫ്രണ്ട്സിനെ. അതെ. അപ്പൊ അവരെ ഫ്രണ്ട്സിനെ വാച്ച് ചെയ്യുമ്പോൾ അവര് പെട്ടെന്ന് ഇപ്പൊ എന്റെ ക്യാമറ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ പല സെറ്റിങ്സും ചെയ്തിരുന്നു അവരത്രയും ഫാസ്റ്റ് ആയിട്ട് ലേൺ ചെയ്യുന്നവരാ. അവർ ജനിച്ചു വീണത് ക്യാമറന്റെ മൊബൈലിന്റെ മുന്നിലാണ്. അതെ. പണ്ട് കുറച്ചുകൂടി മുന്നിലുള്ള ആൾക്കാർക്ക് കാർട്ടൂൺ ആയിരുന്നു, ടിവിയിൽ കാർട്ടൂൺ ആയിരുന്നു. അതാണ് ബൈജു യൂസ് ചെയ്തത്. കാർട്ടൂൺ ഭയങ്കര ഫാസ്റ്റ് മൂവിങ്, ആൾക്കാർക്ക് ക്ഷമയില്ല എന്ന്. ഫാസ്റ്റ് മൂവിങ് കണ്ട് ജനിച്ച കുട്ടികളെ മൂവിങ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ട്യൂഷൻ എടുത്തപ്പോഴാണ് ബൈജു ആയത്. ശരിക്കും ആലോചിച്ച് നോക്കി, ട്യൂഷൻ പണ്ട് എങ്ങനെ എടുക്കുക? ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കില്ല, കൂടെ ഇരുന്ന് ബുക്കിൽ എഴുതി കൊടുക്കുന്ന കുട്ടികൾ, ക്ഷമല്ലാത്ത കുട്ടികളാണ് വളർന്നു വരുന്നത് മനസ്സിലാക്കിയിട്ട്. കാരണം ബൈജുവിന്റെ കോഫൗണ്ടർ അല്ല, പക്ഷെ കോഫൗണ്ടർ റോള് പോലെ വഹിച്ച ബൈജു മലയാളിയാണല്ലോ. അർജുൻ മോഹൻ ഉണ്ട്. അർജുൻ എന്റെ ഫ്രണ്ടാ. അർജുൻ CEO ആയിരുന്നു. അതെ, CEO. അപ്പൊ അർജുനോട് ഞാൻ അന്ന് സംസാരിച്ചപ്പോ പറഞ്ഞത്, ബൈജു പണ്ടേ ട്യൂഷൻ എടുക്കാൻ പോകാറുണ്ട്. പണ്ട് പഠിക്കുന്ന സമയത്ത് 10th ഒക്കെ ഉള്ള സമയത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ കൂത്തുപറമ്പ് പല ഇതിലും 10th താഴെയുള്ള സമയത്ത്. പിന്നെ ബൈജു കാണുന്ന കുട്ടികളെ ഈ മര്യാദയ്ക്ക് ഇരുന്ന് ക്ഷമയോടുകൂടി കേൾക്കുന്നില്ല. കാരണം ഓരെ പഠിച്ചത് മുഴുവനും ഫാസ്റ്റ് മൂവിങ് കാർട്ടൂൺ കണ്ടിട്ടാ. അതെ. അപ്പൊ ഇവരെ മൂവ് ചെയ്താല്, എന്തെങ്കിലും കുറച്ച് ഗോഷ്ടി കാണിച്ചാലേ പഠിക്കുള്ളൂ എന്ന് മനസ്സിലായിട്ടാണ് ബൈജു മാത്സ് ക്ലാസ് എടുക്കലും ഇതും തുടങ്ങിയത്. വരച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, ബൈജു തുടക്കത്തിൽ വന്നിരുന്നത് ബൈജുവിന്റെ ക്ലാസ് എടുക്കും, വരക്കും, അത് മൂവ് ചെയ്യിപ്പിക്കും. അതിന്ന് ബൈജു ഒരു എംപയർ സൃഷ്ടിച്ചു. അത് ഇപ്പോഴത്തെ സ്റ്റോറി ദാറ്റ് ഈസ് ഡിഫറെന്റ്. വാല്യുവേഷൻ ഒക്കെ കഴിഞ്ഞു, വേറെ ഒരു മില്യനെയർ ഒരു ബില്യനെയർ ആയി വെറും ട്യൂഷൻ എടുത്തിട്ട്. അപ്പം അതൊരു സ്റ്റോറി അവിടെ ഉണ്ട്. അപ്പം ഇനി വരാൻ പോകുന്നത് ട്യൂഷൻ എടുക്കുക എന്ന് പറഞ്ഞ, ഒരു ട്യൂഷൻ സെന്ററിൽ പോകണമെന്നില്ല, ഒക്കെ ഓൺലൈനിലൊക്കെ എടുക്കാൻ പറ്റും. അപ്പൊ കുട്ടികളെ സൂം ഓൾറെഡി ഭയങ്കര പോപ്പുലർ ആണ്. കോവിഡ് സൂം പഠിപ്പിക്കും. പടച്ചാൻ അല്ലെങ്കിൽ നമ്മളെ ഏത് മതത്തിൽ വരുന്ന ഈശ്വരൻ എല്ലാ വയസ്സായകൊണ്ടും മൊബൈൽ പഠിപ്പിച്ചു, സൂം പഠിപ്പിച്ചു, വാട്സാപ്പും പഠിപ്പിച്ചു. അപ്പൊ ഈ കോവിഡ് ഏറ്റവും കൂടുതൽ ഈ പഠനങ്ങളൊക്കെ വന്നപ്പം എട്ടക്ക് കൂടുമെന്ന് മനസ്സിലായിട്ടാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എഡ്യൂക്കേഷൻ ടെക് ഓൾറെഡി പഠിച്ചു, എല്ലാരും പഠിച്ചു. ഈവൻ വയസ്സായ ആൾക്കാരും റെഡി, എല്ലാരും പഠിച്ചു. അപ്പം ഈ ആൽഗോരിതം വർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന AI കണ്ടെത്തുന്നു പറഞ്ഞ പോലെ ദൈവം ഒരു കോൾ എനിക്ക് വരികയാണ് ഇവിടുന്ന്. അത് കൺക്ലൂഡ് ചെയ്ത് ആ ഒരു സീരീസ് കൺക്ലൂഡ് ചെയ്ത് ഇനി ഇത് പൈസ ആക്കണല്ലോ. അതെ. അപ്പൊ നമ്മൾ സ്റ്റാഫിന് പൈസ കൊടുക്കാനും മാർഗമല്ല. അപ്പൊ ഞാൻ ആ സമയത്ത് IIM ഒരു കോഴ്സ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ PG ചെയ്തു. ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് അത് ചെയ്തു. എന്തായാലും കാരണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിസിനസ് ആർക്കിടെക്ട് ആണ് എന്റെ ഡ്രീം. അതെ. അതിലേക്ക് വെറും ഞാൻ പഠിച്ച കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പോരാ, സ്ട്രാറ്റജിക് ബിസിനസ് പഠിക്കണം. അഹമ്മദ് കെ എന്നോട്, മലബാർ ഗോൾഡിന്റെ ചെയർമാൻ, എപ്പോഴും പറഞ്ഞു, ആദ്യം ഒരു നല്ല കൺസൾട്ടന്റ് ആണെങ്കിൽ നല്ല ബിസിനസ് പഠിക്കണം. ബിസിനസ് നമ്മൾ ഏത് ഡിസിഷൻ എടുക്കുമ്പോൾ ബിസിനസ് മൈൻഡ് വേണം. അപ്പൊ അതേപോലെ ഞാൻ ഇതൊക്കെ പഠിച്ച് റെഡി ആയി നിൽക്കുമ്പോൾ ആൽഗോരിതം വർക്ക് ചെയ്ത പോലെ ഒരു കോള് എൻ്റെ അടുത്ത സുഹൃത്തുണ്ട്, CPM ഡിവൈഫൈൻ്റെ ഒക്കെ ഒരു നിഖിലേട്ടന് ചിലപ്പോൾ നിങ്ങൾ അറിയും. എല്ലാ യങ്സ്റ്റേഴ്സിനും ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്, എന്റർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് നിഖിൽ. ഇവരെന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കൊരു കോള് വരും, ഡോക്ടർ അനന്തു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഡോക്ടർ അനന്തു പറഞ്ഞു, അയാൾ ഡോക്ടറാണ്, പക്ഷെ വിളിക്കുന്നത് അസുഖത്തിരിക്കുന്നൊന്നുമില്ല. മൂപ്പർക്ക് എന്തോ ഒരു ഐഡിയ ഉണ്ട്, ഒരു ആപ്പ് ഉണ്ട്, ഇങ്ങനെ ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഒന്ന് ബിസിനസ് ആക്കണം, ആപ്പ് നമുക്ക് ആപ്പാവും എന്നൊക്കെ തോന്നി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അനന്തു വിളിച്ചു. ഞാൻ അനന്തു പാലപ്പുഴയിൽ നിന്നാണ്.
അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത്. അപ്പോൾ എന്താ ആപ്പ് എന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞു മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോച്ചിങ് ആപ്പ്. അപ്പോഴത്തേക്ക് എനിക്ക് എട്ടൊക്കെ കത്തി ടെക്നോളജി. അപ്പൊ ഇനി പൈസ വാങ്ങിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഫീസ് കിട്ടില്ലെങ്കിലും വേണ്ട, നമ്മളത് ചെയ്യും. അപ്പൊ അനന്തു എവിടെ ചോദിച്ചു, ആലപ്പുഴയാണ്. എപ്പോഴാ കോഴിക്കോട് വരാൻ പറ്റുക? അത് വരാം. അപ്പൊ അനന്തുവിന്റെ ഇപ്പൊ വരാം. അവിടെ ഞാൻ മണ്ണിലൊരു ബിസിനസ്മാനെ ഉണ്ട്. മൊണ്ടയിൽ ഒരു ഐഡിയ വന്ന് അത് ബിസിനസ് ആക്കണമെങ്കിൽ ഒരാൾ ഓക്കെ ഞാൻ നാളെ ട്രെയിൻ നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ട്രാവലിംഗ് ഇപ്പൊ ബുദ്ധിമുട്ടല്ലേ ട്രാവൽ ചെയ്യാൻ. അന്ന് കോവിഡ് ജസ്റ്റ് ലോക്ക്ഡൌൺ കഴിഞ്ഞ് നിൽക്കുന്ന സമയം കറക്റ്റ് ഈ ഒരു അതിലേക്കുള്ളൊരു സാധനം പറയാം. ഈ ഒരു മലേന്റെ മുകളിൽ ഈ കാണുന്ന ഒരു എംപയർ സൃഷ്ടിച്ച ഒരു കഥയുണ്ട്. ഞാൻ പറഞ്ഞു മലബാർ ഗോൾഡ് എന്ന വേൾഡിലെ ഏറ്റവും 6th ലക്ഷറി ബ്രാൻഡ്, ഡെലോയിറ്റ് തന്നെ പറഞ്ഞ ജ്വല്ലറിയിൽ 6th ബ്രാൻഡായി, വേൾഡിൽ 19th ലക്ഷറി ബ്രാൻഡായി മാറിയ മലബാർ ഗോൾഡ് കുറ്റിക്കാട്ടൂരെ ഒരു മലന്റെ മുകളിൽ പുലിയുറങ്ങും പറമ്പ് എന്ന് പറയുന്ന ഈ മല എടുക്കാനുണ്ടായ ഒരു കഥയുണ്ട്. ആ കഥ മിക്കവാറും വേറെ എപ്പിസോഡ് ഉണ്ട്. ആ കഥയില് ഞാൻ പിന്നെ എൻ്റെ ഒരു റോളുണ്ട്. ആ റോള് ഞാൻ ഒരു കഥയായിട്ട് തന്നെ നിങ്ങളോട് പറയും. ഇവിടേക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കയറുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഇതിൽ ഇൻവെസ്റ്റർ ആണോ എന്നുള്ള എയ്ത്ത് വണ്ടർ ഓഫ് ദ വേൾഡ്. ഇത് ഇനിയും വളരെയാ. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ എത്ര ഫിഫ്ത്ത് ലാർജസ്റ്റ് ലക്ഷറി ബ്രാൻഡില് 19th ബ്രാൻഡ് കുറ്റിക്കാട്ടൂരിലൊരു ഒരു കമ്പനി 150 ഏക്കറിൽ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതിന്റെ ഒക്കെ 7ാമത്തെ ബ്രാഞ്ച് മുതൽ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയില് എന്താ പറയാ, നമ്മളിങ്ങനെ ഇപ്പോഴും ആ ജേണി തുടരുന്നു. ഒരുപക്ഷെ പിന്നെ മലബാറിന്റെ ഒരുപാട് കൺസൾട്ടന്മാരിൽ വന്നതിൽ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കൺസൾട്ടന്റ്, റീറ്റെയിൻഡ് കൺസൾട്ടന്റ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ആ റീറ്റെയിൻഡ് എന്നുള്ളത് ഞാൻ പിന്നെ ഈ പറയുന്ന പോലെ പിന്നെ നേരത്തെ പോലെ ഓക്കെ ഐ വിൽ ടേക്ക് കെയർ എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസി ഉണ്ട്. ഞാൻ നോക്കിക്കോളാം. എന്നൊന്നൊരു കാര്യം ആമൊക്കെ പറയുമ്പോൾ ഓക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ ആമൊക്കെ അതിൽ നാളെ റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തതിന്റെ ഒരു കോൺഫിഡൻസ് ആണ്. അപ്പൊ അവിടെ ആ ട്രസ്റ്റില് അപ്പൊ ഇതിന്റെ ഒരു വലിയൊരു സ്റ്റോറിയാ. അത് നമുക്ക് പിന്നെ വേറൊരു എപ്പിസോഡ് തന്നെ പറയാം. അപ്പോ പിന്നെ ഹൈബ്രിഡ് മോഡല് അതിന്റെ മുന്നേ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചുതരാം ഈ കഥ. ഈ സ്റ്റോറിയില് പിന്നെ മലബാറിന്റെ ഇങ്ങനെ ഒരു പ്രൗഡ് ഫീൽ ചെയ്യുന്ന പിന്നെ സമയത്ത് ഇതേ സ്ഥലത്ത് അൽഹംദുലില്ലാ പടച്ചോന്റെ ഭയങ്കര അനുഗ്രഹം കൊണ്ട് ഫൈനൽ പിന്നെ എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ സ്ഥലത്താണ്. പ്രോപ്പർട്ടി ഇത് ആമൊക്കെ നിർബന്ധമായിട്ട് ഇവിടെ കൂടണം നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫാമിലിക്ക് ഉപ്പാനെ കൊണ്ടുവന്ന് കാണിച്ചു, ഉമ്മാനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ കാക്ക ഷബീർക്ക് ആർക്കിടെക്റ്റിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഈ സ്ഥലത്തിലേക്ക് ഞാനും ചെറിയ ഒരു വീട് വെച്ചിട്ട് ഇവിടെ നാളെ വല്ല പോഡ്കാസ്റ്റൊക്കെ ചെയ്ത്, പോഡ്കാസ്റ്റ് ചെയ്യൂല അതിനുള്ള കപ്പാസിറ്റി എനിക്കില്ല, പക്ഷെ നിങ്ങളെ പോലത്തെ ആൾക്കാരെ യങ്സ്റ്റേഴ്സിന്റെ കൂടി റിട്ടയർമെന്റ് ലൈഫ് ഇവിടെ ആഘോഷിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. വേൾഡ് ഇവിടെ വരും. ഇവിടെ ആദ്യത്തെ കുറ്റിയടി അടിച്ച് ഡോക്ടർ ഇബ്രാഹിം ഹാജിക്കന്റെ ആ വീടാ. ആ വീട് കുറ്റിയടിക്കുമ്പോ അഹമ്മദിക്കന്റെ വീടിന്റെ കുറ്റിയടിയും കഴിഞ്ഞിട്ട് 2ാമത്തെ വീട്. ഈ കുറ്റിയടിക്കുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പൊറോട്ടയും ബീഫും ഇങ്ങനെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോ അമ്മക്ക് പറഞ്ഞേ, ആഷികേ ദാ അവിടെ ഇരുന്ന് എന്നോട് പറഞ്ഞു, അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം എനിക്ക് മാർക്ക് ചെയ്യാം. അപ്പം എല്ലാരും പല ഡയറക്ടേഴ്സും ഇവിടെ എടുക്കും, പക്ഷെ ആരും ഇങ്ങോട്ട് ധൈര്യം കാണിച്ചില്ല. ഈ ഒരു കുന്നിൽ വരണോ നടക്കോ, ഇവിടെ എന്നാ 360 IIM കാണാം, NIT കാണാം, മെഡിക്കൽ കോളേജ് കാണാം, എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും കാണുന്ന ഒരു സ്ഥലം. അപ്പൊ അന്ന് പിന്നെ ഒരു ഡയറക്ടർ എന്നോട് തമാശയിൽ കളിയാക്കി. അപ്പൊ ഡയറക്ടർമാര് പലരും ധൈര്യം കാണിക്കാത്ത സമയത്ത് അപ്പൊ പിന്നെ ഇവിടെ കുറ്റിയടിക്കുമ്പോ എന്നോട് ഇവിടെ അഹമ്മദ് ആഷിക്ക് എന്തായാലും ഇവിടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഒരു ഡയറക്ടർ പറഞ്ഞു, പിന്നെ അതിന്റെ വൈസ് ചെയർമാൻ സലാംക്ക് പറഞ്ഞു, ആഷിക്കേ നീ കുടുങ്ങും. എന്താ വെച്ചാൽ ഒരു സൺഡേ അഹമ്മദിന്റെ വീട് അവിടെ ഒരു വലിയ ടെലിസ്കോപ്പ് ഉണ്ട്, ബൈനോക്കുലർ ഉണ്ട്. മൂപ്പര പിന്നെ അമ്മക്ക് അവിടുന്ന് രാവിലെ പിന്നെ അമ്മക്ക് ഈ വെറുതെ ഇരിക്കാൻ അറിയില്ല, പറ്റൂല, ബിസിനസ് തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു ടെലിസ്കോപ്പില് നോക്കും.
ഏതൊക്കെ ഡയറക്ടർമാരെ വെറുതെ ഇരിക്കണെന്ന്, ആ. മുറ്റത്തൂടെ നടക്കണം. ആ കൂട്ടത്തിൽ നിന്നെയും കൂടി കണ്ടാല് സ്പോട്ടിൽ ബോർഡ് മീറ്റിംഗ് ഉണ്ടാവും, മീറ്റിംഗ് നടത്തും. അതുകൊണ്ട് ഇതിപ്പോ എന്റെ ബ്രദർ ചെയ്ത ഏറ്റവും ബെസ്റ്റ് വീടാണ് നിഷാദ് ഏക്കന്റെ ഒരു വലിയ വീടാണ്. അപ്പോ അതുകൊണ്ട് നീ ഇവിടുന്ന് സൺഡേ നിനക്ക് വേണോ, നീ കഴിച്ചിലായിക്കോ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാനത് അങ്ങനെ തന്നെ എടുത്തു, ഫ്രീ ഉണ്ടാവില്ലാന്ന്. പക്ഷെ ഇവിടെ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്നിട്ടില്ലെങ്കിൽ കാരണം ഈ ഒരു കാറ്റടിക്കുമ്പോൾ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പവർ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെ മനസ്സിനെ ഒരു കൺസൾട്ടന്റ് ഫീലിംഗ് ഉണ്ടാക്കാൻ ഭയങ്കര ഇതാണ്. ഇബ്രാഹിം മാജിക് അതാണ് എപ്പോഴും ആ ഒരു ഫീൽ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. അതെ, അതിന്റെ സ്റ്റോറി ഞാൻ പിന്നെ പറയാം. അപ്പം അനന്തു 3-4 എപ്പിസോഡ് വേറെ ചെയ്യണമല്ലോ. അപ്പൊ അനന്തു ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് വന്നു, അല്ല ഹൈബ്രിഡ് മോഡല് ആലോചിച്ചു. നമ്മൾ പോലും കിട്ടാത്ത റെസ്പോൺസ് അതിന് കിട്ടുകയും അതുകൊണ്ടുണ്ടായ ഞാൻ ആസ് എ കോഴിക്കോടിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളെന്ന് എനിക്ക് പറയാം. കോഴിക്കോടിന്റെ ഇൻഫ്രാസ്ട്രക്ചറും കോഴിക്കോടിന്റെ അടഞ്ഞു കിടന്ന എല്ലാ വീടുകള്, പിന്നെ പോവാത്ത ഫ്ലാറ്റ്സുകള്, ബിൽഡിങ്ങുകളൊക്കെ ഹോസ്റ്റലായി. അതും ഹോസ്റ്റലിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഡ്യൂക്കേഷനിലായിരിക്കും കോവിഡിന് ശേഷം ഏറ്റവും ആൾക്കാർക്ക് AC വേണം, AC ഹോസ്റ്റൽ വേണം. പിള്ളേർക്ക് പഠിക്കാൻ അച്ഛന്മാര് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്രയും ഫീസൊന്നും വിഷയമല്ല. ആ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്ത കുട്ടികൾ പഠിക്കട്ടെ. കോഴിക്കോട് നൈറ്റ് ലൈഫ്, പിന്നെ ഇപ്പോഴത്തെ ഹോസ്റ്റലിലെ പിന്നെ പുതിയ പോളിസിയൊക്കെ വന്ന പ്രകാരം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വന്നതോടുകൂടി നൈറ്റ് ലൈഫ്, കുട്ടികൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് ചായ കുടിക്കാൻ വരുമ്പോൾ കോഫി ഷോപ്പുകൾ, ആ കോവൂര് ഇരിങ്ങാടൻപള്ളിയിൽ ഇത്രയും കോഫി ഷോപ്പ് വരാനുള്ള കാരണം സൈലമാണ്. എരഞ്ഞിപ്പാലം ഇത്രയധികം കോഫി ഷോപ്പ് 24 hours 24 hours വരാനുള്ള കാരണം സൈലമാണ്. സൈലം കൊടുത്തൊരു മോഡൽ സ്റ്റുഡൻസിന് അത്രയും ആൾക്കാർക്ക്, ഇവർക്കൊന്നും ഈ പറഞ്ഞ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലെ ഫുഡ് വേണ്ട. അവർക്ക് സോഷ്യൽ മീഡിയ കാണുന്ന ട്രെൻഡിലെ ആലിക്കാക്കൻ്റെ ബിരിയാണി, അബ്ദുക്കാക്കൻ്റെ ചോറ്, മറ്റേ പിന്നെ സ്പാർക്ലിങ്, പിന്നെ എന്താ പറയാ ബർഗേഴ്സ്, എവിടെയാണോ പുതുമയുള്ളത് അവിടെ പോയിട്ട് കഴിക്കുന്ന ചന്ദ്രേട്ടന്റെ ചായക്കട, പിന്നെ എഡേൽ ഹോട്ടല്, ഇവിടെ ഒക്കെ പോകണമെങ്കിൽ സോഷ്യൽ മീഡിയ, നിങ്ങളെ മെയിൻ സോഷ്യൽ മീഡിയ വഴിയാണ് ഇതൊക്കെ പോകുന്നത്. ഇത് മാർക്കറ്റായി. അപ്പൊ അത് സൈലം കോൺട്രിബ്യൂട്ട്. അപ്പോൾ അതുവരെ ഉറങ്ങിക്കിടന്ന എല്ലാ എഡ്യൂക്കേഷൻ ട്രഡീഷണൽ സ്റ്റൈലിൽ നടന്ന എല്ലാ എഡ്യൂക്കേഷൻ സെന്ററും മാറി ചിന്തിച്ച് അവരൊക്കെ അതിലേക്ക് വന്ന് ആ ട്രെൻഡ് സൈലാണ് മാറുകയല്ലാണ്ട് നിവർത്തില്ല എന്നുള്ളത്. അപ്പൊ അതിലൊരു ഏറ്റവും ഒരു ഫണ്ണി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായ എനിക്ക് തന്നെ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി. ബ്രില്യൻ്റ് അക്കാഡമി പാലയിലായിരുന്നു അതുവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള കുട്ടികളും റിസൾട്ട് ഉണ്ടാവുന്ന ഒക്കെ പഠിക്കുന്നത്. അവരാണ് ഇതിന് ഏറ്റവും ഇഷ്ടപ്പെടാതിരുന്നത്. ഡിസ്ട്രപ്ഷൻ നടത്തിയപ്പം ഇഷ്ടപ്പെടാതിരുന്നപ്പം അവര് പിന്നെ ആൾക്ക് ദൈവം ഇങ്ങനെ കൊണ്ടുത്തരുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോ പിന്നെ ഇവിടെ നിർത്തല്ലേ? ഇവിടെ നിർത്താം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നടന്ന് സംസാരിക്കാം അല്ലേ? ഇനിയേ അപ്പോ പുറത്തിറങ്ങിയിട്ടില്ലേ ഇവിടെ എത്തുമ്പോ. അപ്പോ അങ്ങനെ കോഴിക്കോടിന്റെ ഒരു നൈറ്റ് ലൈഫ് മാറ്റിയത് ശരിക്ക് സൈല. ഓക്കെ, മൊത്തം ആ ഒരു കൾച്ചർ മാറ്റി. ഇപ്പൊ പിന്നെ എല്ലാ കച്ചവടക്കാരും കോഴിക്കോട് ഇങ്ങനത്തെ കോഫി ഷോപ്പുകളും എത്ര ചായവാല, ചായ പീടിക, ചായവാല, ചായ് ഗ്രാം, എത്രയോ ചായ കുടിക്കുക എന്നൊരു ട്രെൻഡ് ഉണ്ടാക്കിയത് ഈ കുട്ടികളാണ്, യങ്സ്റ്റേഴ്സാണ്. അപ്പൊ പണ്ട് വയസ്സായ ആൾക്കാർ മാത്രം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പക്ഷെ അതൊക്കെ ഷുഗർ കട്ട് ചായ കേട്ടോ, ആരും ഷുഗർ ഒന്നും വേണ്ട. അതും പോയി ഒരു ട്രെൻഡാണല്ലോ ഷുഗർ കട്ട്. നേരത്തെ കുടിച്ചത് ഷുഗർ കട്ട്. നമ്മളിപ്പോഴും ഷുഗറൊക്കെ ഉള്ള ചേർത്ത് പറയുമ്പോൾ ഷുഗർ കട്ട്. അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ട് സൈലം മാറിയപ്പോ നമ്മള് പിന്നെ ഈ ബ്രില്യന്റിന്റെ ഡയറക്ടർ ട്രെയിൻ തന്നെ കണ്ട്. എനിക്ക് അയാളെ അറിയില്ല, പക്ഷേ പിന്നെ മൂപ്പര് എന്നോട് പറഞ്ഞു, പേരും ഇപ്പോഴും ഓർക്കുന്നില്ല. തൊട്ടടുത്ത് ഞാനിങ്ങനെ സൈലത്തിന്റെ മാറ്റർ ഇങ്ങനെ ഫോണിൽ ഓഫീസിൽ സംസാരിക്കുക, സൈലം അങ്ങനെ ഹൈബ്രിഡ് മോഡലാവുന്ന വേഗം അതിന്റെ ഫിനാൻഷ്യൽസ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ മൂപ്പര് എന്നോട് പറഞ്ഞു, നിങ്ങൾ സൈലത്തിന്റെ ആരാ? കൺസൾട്ടന്റ്. ഓ, നിങ്ങളാണോ ഇതിന്റെ കൺസൾട്ടന്റ്? അപ്പോ ഉടായ്പ നിങ്ങളെ ആശയക്കാരനോട്. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്താ എഡ്യൂക്കേഷനെ ക്വാളിറ്റി ഇല്ലാത്ത ആക്കുകയാണ്, ഭയങ്കര ചൂടില്. അപ്പൊ ഞാൻ പറഞ്ഞു,
നിങ്ങൾ എത്ര കാലമായി പാല, നിങ്ങളെ ബ്രില്യൻ്റ് അക്കാഡമി എന്നുള്ള പേര് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആകെ അറിയുന്നത് പാലയാണ്. പാലയാണ്. ഈ പാല എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെയാണ് അത് ബ്രാൻഡ് ചെയ്തത്. അപ്പൊ പാല മാറി ബ്രില്യൻ്റ് ആവണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സ്കെയിലപ്പ് ചെയ്യണം. അതെ, സ്കെയിലപ്പ് ഞങ്ങൾ ഇതുവരെ ഒരു ബ്രാഞ്ച് പോലും ഇതുവരെ തുറന്നിട്ടില്ല. പാലയിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കോഴിക്കോട്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്ന ചോദിച്ചു. ഞാൻ കോഴിക്കോടേക്കാണ്. എന്തുകൊണ്ടാ പോകുന്നത്? കോഴിക്കോട് തുടങ്ങി. കോഴിക്കോട് തുടങ്ങാൻ കാരണം എന്താ? അല്ല, അത് സൈലം. ഇതന്നെ ഞങ്ങളും സ്കെയിലപ്പ് ചെയ്ത് എല്ലാരും മാറും. അപ്പൊ അയാൾ കുറച്ച് പോസിറ്റീവായി. അയാൾ പറഞ്ഞു ശരിയാണ്, ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ കറക്റ്റാണ്. ഞാൻ പറഞ്ഞ എല്ലാതും നിങ്ങൾ സ്ഥിരമായിട്ട് പാലയിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കുന്നല്ല, നിങ്ങൾ ബ്രാൻഡ് വിസിബിൾ ആവില്ല. പാലയിൽ നിന്ന് മാറിയാലേ ബ്രില്യൻ്റ് ആവും. നമ്പർ ഓഫ് സ്റ്റുഡൻസിന് ലിമിറ്റും ഉണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസിന് ലിമിറ്റ്. അപ്പം സ്കെയിലപ്പ് അങ്ങനെ കുറെ. അപ്പൊ ഓക്കെ, അത് ശരി എന്നൊക്കെ പറഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോണോ അല്ലെങ്കിൽ മുകളിലേക്ക് പോണോ? അപ്പോ അങ്ങനെ ആ ഒരു കോൺവെർസേഷനില്, ട്രെയിനിലെ കോൺവെർസേഷനില് മൂപ്പര് നന്നായി. അവരെന്താ വെച്ചാല് ഇതുവരെ പാല ട്യൂഷൻ എവിടെയെന്ന് ചോദിച്ചാൽ, കോച്ചിങ്ങിന് എവിടെ പോകുന്നത് പാലയിൽ എന്ന് പറയുന്നത്, കോച്ചിങ്ങിന് എവിടെ പോകുന്നത് വെച്ചാൽ ബ്രില്യൻ്റിലാന്ന് പറഞ്ഞു. അപ്പൊ അത് സൈലം കാരണമാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു സ്കെയിലപ്പ് ചെയ്യോ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യോ ഒന്നും ചെയ്യില്ല, ഉറപ്പായിട്ട്. അപ്പൊ അതേപോലെ റേസ് കുറെ പണ്ട് ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ ലൈവായി. അങ്ങനെ സ്വാഭാവികമായി എല്ലാരെയും പുറത്തുണ്ടോ തട്ടി ഉണർത്ത്. അന്ന് പറഞ്ഞ പോലെ കോവിഡ് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ആണ് ഭയങ്കര റെവല്യൂഷൻ എന്ന് പറഞ്ഞ പോലെ നമ്മളെ ആ ഒരു സീരീസിന് വലിയൊരു കോൺട്രിബ്യൂഷൻ അതിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കോഴിക്കോട് ഇപ്പോൾ എഡ്യൂക്കേഷന്റെ ഹബ്ബായി മാറി, പ്രത്യേകിച്ച് എഡ്ടെക്കിന്റെ. അതുവരെ ഈവൻ പണ്ട് IIM-ന്റെ ആൾക്കാർ വിഷ്വലൈസ് ചെയ്ത് കോഴിക്കോട് തുടങ്ങിന്. IIM എത്രയോ NIT ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്, ഓൾ ഇന്ത്യ എയിംസ് ഒക്കെ വരും. പക്ഷെ അപ്പോഴൊന്നും ആൾക്കാർക്ക് സ്വന്തം മുറ്റത്ത് മുള്ളിലേക്ക് മണല്ല എന്ന് പറഞ്ഞ പോലെ ശരിയാണല്ലോ, പണ്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്തുകൊണ്ട് ആൾക്കാർ ഏറ്റു പറഞ്ഞില്ല. എട്ടക്കൂടെ വന്നപ്പോ എത്ര കമ്പനി, ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ 8 കമ്പനി ഉള്ള അറിയോ? നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ NIT IIM ഞാൻ മറന്നുപോയി. നമ്മളത് കയറിയിട്ടില്ല. പക്ഷെ ഇത് വന്നപ്പോഴാണ് ഇപ്പൊ കോഴിക്കോട് എന്ന് പറഞ്ഞാല് സൗത്ത് ഇന്ത്യയിലെ, സ്പെഷ്യലി ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ 8 കമ്പനിയുടെ ഹബ്ബായി മാറി, ഹോട്ട്സ്പോട്ടായി. ഹെൽത്ത് കെയറും 8ക്കും ശരിക്കും നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത്. അപ്പൊ ഇതൊന്നും ഒരു മിറാക്കിളൊന്നുമില്ല. അതായത് ശരിക്കും മാർക്കറ്റ് ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ശരിക്കും നമ്മളെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് മാർക്കറ്റ് ഒബ്സർവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഏത് പ്രൊഫഷനോ ആ ഒബ്സർവ് ചെയ്തതിനനുസരിച്ച് നമ്മളിങ്ങനെ ഫീഡ് ചെയ്യണം. നമുക്ക് കൊടുക്കുന്നതും നമ്മൾ ഗ്രാബ് ചെയ്യുന്നതും ഫീഡ് ചെയ്യുന്നതും ഒക്കെ ഈ മാർക്കറ്റ് ഒബ്സർവ് ചേഞ്ച് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. നമ്മളവിടെ നിന്നിട്ട് കാര്യമില്ല. മാറ്റത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ പണ്ട് നമ്മൾ ആലോചിച്ചിരുന്നു, ഇപ്പം സോഷ്യൽ മീഡിയൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ്, അത് നമുക്ക് പിന്നെ പറയാം. ടെക്സ്റ്റൈലിൻ്റെ ഒരു സാധനം പിന്നെ പറയാം. അത് കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ, ഞാൻ ഇപ്പോൾ പുതിയ യങ്സ്റ്റേഴ്സ് സ്റ്റാർട്ടപ്പ് കമ്പനിക്കുള്ള എൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്ര ബിസിനസ്സും ഭയങ്കര സ്കെയിലപ്പും അല്ലെങ്കിൽ തുടങ്ങുമ്പോഴൊക്കെ ഈ ഒരു ഡോക്യുമെന്റ് ഡേ 1 മുതൽ പെർഫെക്റ്റ് ആക്കുന്നതിന് വലിയ കോസ്റ്റ് ഇല്ല. അത് ചെയ്താൽ മൾട്ടിപ്പിൾ ആണ് വാല്യൂ. ഒരേ സമയം എത്ര ബിസിനസ് സ്കെയിലപ്പ് ചെയ്ത് വോളിയം ഓഫ് ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇവർ DD-യിൽ -പോയിന്റ് ഇങ്ങനെ ഇടും. അപ്പൊ വാല്യുവേഷൻ കുറയും. ആ വാല്യൂ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ, നമ്മുടെ റിലയൻസിന്റെ, ഞാൻ പേര് പറയില്ല, റിലയൻസിന്റെ ഒരു കേരളത്തിലൊരു ടേക്ക് ഓവർ ചെയ്ത പ്രോസസ്സിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. റിലയൻസിന്റെ ഇവര് ഭയങ്കര ആവേശത്തിൽ അവരെ റേറ്റ് കണ്ട് അവര് ഇവിടെ നിന്ന് സംസാരിച്ചാലോ അല്ലേ, ഒരു ഭയങ്കരമായിട്ട് ഹാപ്പി ആയി, ഇത്രയും കിട്ടും. പക്ഷെ ആ ഒറ്റ ക്ലോസ്, ഒരു അഗ്രിമെന്റിൽ ഒറ്റ ക്ലോസ്, ദിസ് എമൗണ്ട് ഓഫ് കൺസിഡറേഷൻ വിൽ ബി ഫൈനലൈസ്ഡ് ഓൺലി ആഫ്റ്റർ കണ്ടക്ടിങ് ദ ഡ്യൂ ഡിലിജൻസ്. ഞാൻ പറയും ഇത് ഡേഞ്ചർ പോയിന്റാ. നിങ്ങൾ ഫാമിലി, ഒരു ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് തുടങ്ങി, അപ്പം ബിസിനസ് ബോർഡ് മീറ്റിംഗ് ഒക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ല, ഫുൾ പേപ്പർ പഠിച്ച് വൃത്തിയാക്കിയിട്ട് നിങ്ങൾ തൽക്കാലം ഇത് സൈൻ ചെയ്യല്ലേ, റെഡി ആയിട്ട് ഓരോട് താമസിക്കും. കാരണം ഇപ്പൊ ഞാൻ ഇട്ടു ഈ ഇത്രയും മൈനസ് നിൽക്കുന്നുണ്ട്, ഈ മൈനസ് ഒക്കെ കൺസിഡറേഷൻ കുറച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് നെറ്റ് എമൗണ്ട് ഇതാ കിട്ടുക. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന എത്ര കോടികൾ, ഒരു 600 crores ആയിരുന്നു ഒരു, അതിലെ ഒരു 200 crores ഒക്കെ മാറും. അത്രക്ക് ഹ്യൂജ്, അത്ര പേപ്പർ കറക്റ്റ് അല്ലെങ്കിൽ അത്രയും
വാല്യുവേഷൻ ഇഷ്യൂ ഉണ്ട്. കാരണം എന്താ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ അല്ലേ, ഫ്യൂച്ചർ ഈ ഫ്യൂച്ചർ നേടാനുള്ള ബേസ് അടിത്തറ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാറും, വാല്യുവേഷൻ മാറും. അപ്പൊ ഡ്യൂ ഡിലിജൻസിൽ ഭയങ്കര അതിന് വലിയ കോസ്റ്റ്. ഇനീഷ്യലി ചെയ്യേണ്ട സമയത്ത് സൈലത്തിൽ എന്താ വെച്ചാൽ ചെയ്യേണ്ട സമയത്ത് ഒരു ദിവസം നോ ടുമോറോ എല്ലാം ടുഡേ എന്നുള്ള ചെയ്യിപ്പിച്ച്, അതാണ് നേരത്തെ പറഞ്ഞ ബിസിനസ് ആർക്കിടെക്ട് എന്ന് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു അപ്പോ നിങ്ങളൊരു പോഡ്കാസ്റ്റിൽ ചെയ്തില്ലേ കിങ് മേക്കർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കിങ് മേക്കർ എന്ന് പറഞ്ഞ കിങ്ങുകൾ പറയട്ടെ, പക്ഷെ അവരെ ബിഹൈൻഡ് ദ സ്ക്രീനിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ മലബാർ, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന മലബാറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സാ. ഇവിടെ ഏകദേശം 1000ഓളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് ഓഫീസാണിത്. ഇവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ ബീച്ച് കാണുന്നതാണ് ബീച്ച്. ആ പൊന്തി കിടക്കുന്ന ഒരു ഷെയ്ഡ് കാണാം. അവിടെ കുറച്ചുകൂടിയും ലൈറ്റ് വന്നു കഴിഞ്ഞാല് ബോട്ടൊക്കെ പോകുന്നത് ഇവിടുന്ന് കാണാം. ഇത് കോഴിക്കോട് സിറ്റി, ഇതിന്റെ അപ്പുറം IIM ഇവിടെ കാണാം, ഹൈലൈറ്റ് സിറ്റി അവിടെ കാണാം, പിന്നെ എയർപോർട്ട് അവിടെ കാണാം, ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കാണാം. ഈ ഭാഗത്തേക്ക് പോയ NIT, മുക്കം, വയനാട് ചുരം വരെ കാണും. അപ്പോ ഇതൊരു കുറ്റിക്കാട്ടൂരാ. നമ്മള് കുറ്റിക്കാട്ടൂരാരെ പണ്ട് പറഞ്ഞ ഫർണിച്ചറുകാരെ ഹബ്ബാണല്ലോ. കറക്റ്റ്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോ ഈ ഇങ്ങനെ ഇത്ര തന്നെ താഴോട്ടും ഉണ്ട്, ഇത്ര തന്നെ ബേസ്മെന്റ് താഴോട്ടില്ല. ഇന്ത്യയിലെ ബെസ്റ്റ് കോർപ്പറേറ്റ് ഓഫീസ് അവാർഡ് കിട്ടിയ ഓഫീസാ ഇത്. റിലയൻസിനല്ല കിട്ടിയത്. അപ്പൊ അതിങ്ങനെ കാണുമ്പോ ഇത് അമ്മക്ക് കണ്ട ഒരു ഇതുണ്ട്. അമ്മക്ക് പണ്ട് എന്നോട് പറഞ്ഞൊരു കഥ. ഞാൻ അമ്മക്കന്റെ കൂടെ 7ാമത്തെ സ്റ്റോർ മുതൽ യാത്ര ചെയ്യുമ്പോ അമ്മക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എപ്പോഴും 10 times എന്നുള്ള ഡ്രീമാ കാണാം. അപ്പൊ അന്ന് എന്നോട് പറഞ്ഞു 10x. അപ്പോ എന്നോട് പറഞ്ഞു, പിന്നെ നമ്മളെ മലബാർ എന്ന പേരിടും. മലബാറായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുന്നേ മലബാറിലേക്ക് വാസ്കോഡഗാമിയും അറബ്സൊക്കെ വന്നപ്പോ ഇവിടുന്ന് സ്പൈസസ് ഉണ്ടാവാൻ വന്ന. അപ്പൊ തിരിച്ചു തരുന്നത് ഗോൾഡും കോയിനും കൊണ്ടുവന്നിട്ട് വെള്ളിയും തന്നിട്ടാണ് സ്പൈസസ് തിരിച്ചു. ബാർട്ടറാണല്ലോ അന്ന്, ബാർട്ടർ സംവിധാനമാണല്ലോ. അപ്പൊ ഈ ബാർട്ടർ സംവിധാനത്തിൽ പോകുമ്പോ ഇനി വിദേശികള് ഇങ്ങോട്ട് വരുന്നത് ക്യാഷ് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഗോൾഡ് വാങ്ങിപ്പോണം. അപ്പൊ വേൾഡിലെ ഗോൾഡിന്റെ ഹബ്ബായിട്ട് എന്റെ മലബാർ, എന്റെ കോഴിക്കോട് അറിയപ്പെടണം. അതിന് വേണ്ട ഒരു സ്പേസ് നമ്മളോട് പറഞ്ഞപ്പോ പിന്നെ അതൊക്കെ നമുക്ക് തന്നെ കണ്ടെത്തുന്ന ഈ ഒരു സ്ഥലം ഇത്രയും പിന്നെ വിശാലമായൊരു സ്ഥലം കോഴിക്കോട് ഉണ്ടോ ചോദിച്ചപ്പോൾ നമ്മള് ആവശ്യങ്ങൾ നമ്മൾ ആ ലെവലിൽ തിരഞ്ഞാൽ കിട്ടും. അങ്ങനെയാണ് 2008 ഞാൻ മലബാർ അമ്മക്കന്റെ കൂടെ ഉണ്ടാവും ഒരു ഓഫീസ്. ഞാൻ തൊട്ടടുത്ത് തന്നെ എൻ്റെ ഓഫീസ്, ചെറിയൊരു ഓഫീസാണ്, 300 square feet. അമ്മക്ക് പറഞ്ഞു നീ തൊട്ടടുത്ത് എപ്പോഴും വിളിച്ചാൽ കിട്ടണം. ഞാൻ ആദ്യം മലബാറിലെ എംപ്ലോയി ആയിരുന്നു, കമ്പനി സെക്രട്ടറിയേറ്റ് ഇന്റേണൽ കമ്പനി. പിന്നെ ഞാൻ എൻ്റെ പെട്ടിപ്പീടി ഇടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോ അമ്മക്ക് പറഞ്ഞു നീ പോകാൻ പാടില്ല, അങ്ങനെ കുറെ പ്രശ്നം പറഞ്ഞു, വർക്കൊന്നും തരില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് പിന്നെ എന്റെ തൊട്ടടുത്തിട്ടോ എന്ന് പറഞ്ഞു. തൊട്ടടുത്ത് പറഞ്ഞാൽ സ്പാൻ ഹോട്ടൽ, മലബാറിന്റെ തൊട്ടടുത്ത് സ്പാൻ ഹോട്ടൽ, മലബാർ ഗേറ്റിന്റെ അടുത്ത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു ഒരു ദിവസം പിന്നെ നമുക്കൊരു സ്ഥലം വരെ പോകേണ്ട, വണ്ടി കയറാം. എന്നാൽ ചെറിയ പഴയ ബെൻസിൽ ലാപ്ടോപ്പ് എടുക്കണം. ഇങ്ങനെ കുറ്റിക്കാട്ടൂർ ഈ താഴെ നമ്മളിങ്ങനെ കുന്ന് കയറിയില്ലേ, താഴെ കൊണ്ടുവന്ന് നിർത്തി. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു കുന്നുണ്ട്, ഇതൊന്ന് കാണാൻ നീ വാ. ഞാൻ പറഞ്ഞു ഇത് കാടാണ്, കുന്നല്ല, കാട്. ഇതിന്റെ പേരെന്താ വെച്ചാൽ അപ്പൊ എന്നോട് പുലിയുറങ്ങും പറമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് പുലി ഉണ്ട് എന്ന് കേട്ടു. ഞാൻ ഈ പുലിമടയിലേക്കാണോ നിങ്ങൾ പോകുന്നത്? മുമ്പൊരു മുണ്ട് മടക്കി കുത്തിയിട്ട്, അതായത് മലബാർ ഗോൾഡിന്റെ ചെയർമാൻ, കുന്ന് കയറി നീ എനിക്ക് ആവൂല എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങളൊക്കെ ഈ മടിയന്മാരായ പ്രൊഫഷണൽസ് ആണ്, ലാപ്ടോപ്പ് വരും, നീ AC ഇരുന്നോ എന്ന് പറഞ്ഞ് 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാ തിരിച്ചു വരുന്നത്, വിയർത്തൊലിച്ചിട്ട്. എന്നോട് പറഞ്ഞു ഇപ്പൊ MOU എഴുതണം, കമ്പനി രജിസ്റ്റർ ചെയ്യണം. അപ്പൊ നമ്മളെ കമ്പനി റൂള് അതാണ് അടുത്ത. ഇപ്പൊ കമ്പനി 150 ഏക്കർ ഉണ്ട്, കുറെ കമ്പനി, 15 ഏക്കർ കേരളത്തിൽ ഒരു കമ്പനിയിൽ പറ്റുള്ളൂ. ഈ കഥ വേറെ പോഡ്കാസ്റ്റിൽ അനന്തു. അപ്പോ അങ്ങനെ ഡ്യൂ ഡിലിജൻസ് പെർഫെക്റ്റ് ആയതിനു ശേഷം നല്ല ഒരു സിംഗിൾ ട്രാൻസ്ഫറിൽ ഏകദേശം രാത്രി 12:30. നിങ്ങൾ ആ പറയുന്നൊക്കെ ആലോചിച്ച് പറഞ്ഞു. 10 ദിവസം കൊണ്ട് DD കഴിഞ്ഞോ? 10 ദിവസം കൊണ്ട് പ്യുവർ DD കഴിഞ്ഞു. അതിനു മുന്നേ ഒരു കമ്പനിനെ പഠിക്കുന്നുണ്ട് പുറത്തുനിന്ന്. ഒഫീഷ്യൽ DD എന്ന പ്രോസസ്സ് 10 days കൊണ്ട് കഴിഞ്ഞിട്ട് അവര് ഫസ്റ്റ് ട്രഞ്ച് ട്രാൻസ്ഫർ ചെയ്ത്. എമൗണ്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ
ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് എമൗണ്ട് പറഞ്ഞാൽ അനന്തം പഠിക്കും. അനന്തം എടുക്കുക. അപ്പോൾ മോശമല്ലേ? നമുക്ക് കാറിൽ അറിയുന്നുണ്ട്. എടുത്ത് പോട്ടെ. പിന്നെ ഇപ്പം ആ. എല്ലാ ലെഗസി ബിസിനസ്സും ഞാൻ മനസ്സിലാക്കണ 1000 കോടി 2000 കോടി ഒക്കെ ബിസിനസ് ചെയ്യും. പക്ഷെ അവർക്കൊരു അടുത്ത ജനറേഷനിലേക്ക് ഇത് പാസ് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത ജനറേഷനകത്ത് ഇൻട്രസ്റ്റഡും അല്ല, അവർക്ക് എന്താ ചെയ്യേണ്ട അറിയില്ല. ഇത് ആക്ച്വലി എഫക്റ്റീവ്ലി ചെയ്ത ഏതെങ്കിലും കമ്പനീസ് നിങ്ങളെ പോർട്ട്ഫോളിയോയിലുണ്ടോ? ഇപ്പം നമ്മളെ കുറച്ചും കൂടെ പിന്നെ ഈ എന്താ പറയാ, നന്നായിട്ട് നമുക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ എപ്പോഴും കോഴിക്കോടിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യണേ, കോഴിക്കോട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ബോംബെയിലാണ്, അല്ല എനിക്ക് കോഴിക്കോട് മതി. കോഴിക്കോടിൽ കണക്ട് ചെയ്ത് ഇപ്പൊ ചെയ്യുക. ഇപ്പൊ റീസെന്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് കാറിന്റെ ഉള്ളിൽ പോണ്ടേ. ഈ നിങ്ങളിപ്പോ ചോദിച്ച ക്വസ്റ്റ്യന് ഈ ന്യൂ ജനറേഷൻ എങ്ങനെ ബിസിനസ് ഏറ്റെടുക്കുന്നു എന്നുള്ള കാര്യമല്ലേ, എങ്ങനെ ഏറ്റെടുക്കാം. അപ്പൊ ന്യൂ ജനിലേക്ക് പോകണ്ടേ നമ്മള്? അതെ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കളറൊക്കെ ഒന്ന് മാറ്റി കൂളിംഗ് ഗ്ലാസിന്റെ. ന്യൂ ജൻ ഞാനും ഗ്ലാസ് ആയിട്ട് ഞാനും അപ്പൊ എന്റെ റോൾ എന്തായി, ഞാൻ ന്യൂ ജനിലേക്ക് താവുകയെന്ന് പറയില്ല, യങ്ങിലേക്ക് ഏജ് കൊണ്ട് താവണം, ചിന്തകൾ കൊണ്ട് വലുതാവണം. അപ്പോ ഹൈലൈറ്റിന്റെ സ്റ്റോറി കുറെ പറയുന്നുണ്ട്. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്ന കറക്റ്റ് പ്രോപ്പറായിട്ട് സുലൈമാൻക്ക് പുതിയ CEO, ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ CEO മകൻ അജിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവനിലേക്ക് പാസ് ഓൺ ചെയ്തൊരു പ്രോസസ് ഉണ്ട്. ഫാമിലി ബിസിനസ് ഹൈലൈറ്റ് സുലൈമാൻക കൺസ്ട്രക്ഷൻ 96 കൺസ്ട്രക്ഷൻ തുടങ്ങി. വെറും ബിൽഡിംഗ് കോൺക്രീറ്റ് ചെയ്ത് കോൺട്രാക്ട് എടുത്ത് കോൺക്രീറ്റ് ചെയ്യുന്ന പണി തുടങ്ങിയ ആ മനുഷ്യൻ പഠിക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സുകൾ നഷ്ടത്തിലോടുന്ന ബിസിനസ് റെഡിമിക്സ് കോൺക്രീറ്റ് അന്ന് പിന്നെ ചെയ്ത് പൂട്ടും എന്ന് ഉറപ്പിച്ചിട്ടും തുടങ്ങി. അതോടുകൂടി കോൺക്രീറ്റിന്റെ എല്ലാ മേഖലകളും മൂപ്പര് പഠിച്ചു. അതൊക്കെ റിസർച്ച് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണ്ട് ആരും തുടങ്ങാത്ത സമയത്ത് SIയും സ്കൈലൈനും മാത്രമുള്ള സമയത്ത് ഫ്ലാറ്റ് ബിസിനസ്സിലേക്ക് കിടന്നു. ആ സമയത്ത് എനിക്ക് ഒരു ഭാഗ്യം വരുന്നത്, ആ സമയത്ത് ഞാൻ മെഹബൂബ് ആൻഡ് അസോസിയേറ്റ്സിന്റെ ട്രെയിനി ആയിരുന്നു. നിങ്ങൾ ഇത് ഹൈലൈറ്റിന്റെ കഥയിലേക്ക് കൂടെ നമ്മൾ സക്സഷൻ പ്ലാനിലേക്ക് ഞാൻ കഥ കയറി അതിലേക്ക് പോകും. അപ്പൊ സക്സഷൻ പ്ലാനിലേക്ക് പിന്നെ വരികയാണെങ്കിൽ ഹൈലൈറ്റ് ഒരുപാട് പെയിനിലൂടെ കിടന്ന് ഒരുപാട് ഹാർഡ് വർക്കും ഒരുപാട് പിന്നെ എന്താ പറയാ ഭയങ്കര റിസ്ക് എടുക്കണേ മോസ്റ്റ് റിസ്ക് ടേക്കിംഗ് ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ സുലൈമാൻക്കാണ്. ഇത് കറക്റ്റ് മക്കളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അൺഒഫീഷ്യൽ വേദികളുണ്ട്, കാഷ്വൽ മൊമെന്റ്സ്. ഞാനെപ്പോഴും പറയാ, നമ്മളെ സക്സഷൻ, നമ്മളെ നെക്സ്റ്റ് ജനറേഷന് നമ്മളെ ബിസിനസ് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് നാളെ മുതൽ ഫീഡ് ചെയ്യലല്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ വീടുകളിൽ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞ വലിയൊരു ബോർഡ് റൂം ഉണ്ട്. ഡൈനിങ് ടൈം എന്ന് പറയുന്നൊരു സാധനം, അവിടെ വെച്ച് നമ്മൾ ഭക്ഷണം കഴിക്കും. നമ്മൾ മലയാളികൾ ഭക്ഷണം സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിക്കുന്ന ആളൊന്നുമല്ല. കഥ പറയാൻ വേണ്ടി കോഫി ഷോപ്പ് പോകുന്നതും ഇപ്പൊ നിങ്ങളെ യങ്സ്റ്റേഴ്സ് ഒക്കെ കോഫി കുടിക്കാനല്ലല്ലോ, സംസാരിക്കാൻ വേണ്ടി കോഫി ഓർഡർ ചെയ്യുക. അതേപോലെ നമ്മൾ പലപ്പോഴും വീടുകളിൽ നിന്ന് സംസാരിക്കാൻ വെക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുക. അത് ഹെൽത്തിന് നല്ലതല്ല, അതൊക്കെ വേറെ, ദാറ്റ് ഈസ് ഡിഫറെന്റ്, അതൊക്കെ വേറെ വിഷയം. അവിടെ വെച്ച് നമ്മൾ ഇപ്പൊ എസ്പെഷ്യലി ഡിന്നർ കഴിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, 2 മൊമെന്റ്സ് ആണ്. ഡിന്നർ കഴിക്കുമ്പം ഒരു ദിവസത്തെ ഒരു എല്ലാം നമ്മള് മക്കളോടും അല്ലെങ്കിൽ അവിടെ വെച്ച് അറിഞ്ഞോ അറിയാതെയോ ഷെയർ ചെയ്യും. അപ്പൊ അവിടെ നമ്മൾ കുറെ ഹാപ്പിനെസ് ഷെയർ ചെയ്യും, കുറെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യും. ഈ പ്രശ്നങ്ങളും ഹാപ്പിനെസ്സും സക്സസ്സും ഫെയിലിയറും അന്നുണ്ടായ വിഷയങ്ങളും ബിസിനസ്സിലുണ്ടായ വിഷയങ്ങളും പിന്നെ ഇഷ്യൂസും നല്ലതും ചീത്തയും അച്ചീവ്മെന്റ്സും ഒക്കെ അവിടെ വെച്ച് പറയുമ്പോൾ പുതിയ ജനറേഷൻ ഫ്രഷ് മൈൻഡോടുകൂടി ബ്രെയിനോട് കൂടിയുള്ള ആൾക്കാർ ഇത് എടുക്കുന്നത് അച്ഛൻ പോയ വഴികളാണ് അറിയാതെ പഠിച്ചുകൂടാ. അത് ഞാൻ പറയുന്നു, ഒരു ഫോർ എക്സാമ്പിൾ ഒരു 8th ആവുമ്പോൾ നമ്മളെ മക്കൾ 8th സ്റ്റാൻഡേർഡിലാവുമ്പോഴോ അല്ലെങ്കിൽ 7th 8th ആണ് അതിന്റെ റൈറ്റ് ടൈം. 8th മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഓർക്ക് വേണ്ടി പറയരുത്. ഓർക്ക് വേണ്ടി പറയുമ്പോൾ അതിനൊരു നാടകീയത വരുന്നുണ്ട്. കറക്റ്റ്. പിന്നെ നാച്ചുറലി നമ്മൾ അത് സംസാരിക്കുമ്പോൾ അവരിൽ ഫീഡ് ചെയ്യുന്ന ഓരോ സാധനവും ബിസിനസ് നന്നായിട്ട് അവരിൽ ഒരു വിത്തിറക്കുന്ന പോലെയുള്ള സാധനം ഉണ്ടാവും. സുലൈമാൻക അറിഞ്ഞോ അറിയാതെയോ ചെയ്തൊരു സാധനം മക്കളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും.
മക്കളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പം സുലൈമാൻക്ക് ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവുന്നത് ഈ ഡൈനിങ് ടേബിൾ കഥകൾ കുട്ടിക്ക് നല്ലോണം ഫീഡാവും. ഈ ഫീഡാവുമ്പം പിന്നെ അവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പം ഭക്ഷണം കഴിക്കാണല്ലോ, നമ്മളെ അൾട്ടിമേറ്റ്ലി മക്കളെ നോക്കാനും ഇതൊക്കെയാണല്ലോ ഓരോ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൽ നന്നായിട്ട് ഇതിനെ ചിന്തിക്കുന്ന കുറച്ച് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇത്രയും നല്ല ഫുഡ് കഴിക്കുന്നതൊക്കെ പപ്പ കഷ്ടപ്പെട്ടിട്ടാന്നുള്ളൊരു ഫീല് വരും. ഒരു ബിസിനസ്, അപ്പൊ ബിസിനസ് നിലനിർത്തൽ ഓരും കൂടി ഒരു ആവശ്യമായി മാറണേ. ആ ഒരു പാറ്റേണിലേക്ക് ആർട്ടിഫിഷ്യലി അല്ല നാച്ചുറലി നമ്മൾ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യണം. ഡൈനിങ് ടേബിൾ ബോർഡ് റൂം എന്നാണ് നമ്മൾ അതിന് പറയാ. അങ്ങനെ സുലൈമാൻക്കൊക്കെ ശരിക്ക് പിന്നെ മകനെ ഞാൻ മനസ്സിലാക്കുന്നത് മകനെ നമ്മുടെ ഊട്ടിയിലെ അവിടെ കൊണ്ടുപോയി ഗുഡ് ഷെപ്പേർഡിൽ ആദ്യം അഡ്മിഷൻ കിട്ടിയില്ല, പിന്നീട് കിട്ടി. പിന്നെ അതിന് പിന്നീട് മൂപ്പരെന്നെ സ്കൂൾ തുറക്കണം, ഓനെ കൊണ്ട് തന്നെ ഒരു സ്കൂൾ ഓപ്പൺ ചെയ്യിപ്പിക്കണം. ഓർക്ക് അവിടെ കുറച്ച് ഇൻസൾട്ടിങ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻസൾട്ടിങ് ആണ് മൂപ്പര് പിന്നെ ഇതിനെ വൈറ്റ് സ്കൂൾ ആക്കിയിട്ട് മാറ്റിയത്. വൈറ്റ് സ്കൂൾ ആക്കി ഇൻസൾട്ടാണ് സജി എന്ന് പറഞ്ഞ മൂപ്പര് വൈറ്റ് സ്കൂൾ ആക്കി മാറ്റി. അപ്പം വൈറ്റ് സ്കൂളിൽ ഓനെ ആദ്യം എടുത്തു. പിന്നെ വ്യക്തമായിട്ട് സുലൈമാൻക്ക് ഒരു പ്ലാൻ നമ്മളോട്, ഒരു സസഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് റീസ്ട്രക്ചർ ചെയ്യണം കമ്പനീനെ. ഇവൻ വരുമോ വരില്ലെന്നില്ലല്ല, വരും. കാരണം ഇത് ഇങ്ങനെ ഫീഡ് ചെയ്തിട്ടുണ്ടല്ലോ. സുലൈമാൻക്ക് രണ്ടാമത്തെ മോളുണ്ട്. മോള് വളരെ നന്നായിട്ട് ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സെയിൽസിൽ മാളിന്റെ സെയിൽസിൽ കാരണം സെയിലാണല്ലോ എല്ലാ ബിസിനസിന്റെ സെയിൽസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ ഈ സെയിൽസ്മാൻഷിപ്പ്, ഇപ്പൊ നിങ്ങളെ പോഡ്കാസ്റ്റ് ഇപ്പം ഷാനിന് സെയിൽസ്മാൻഷിപ്പ് നാവ് മതി. ഈ നാവ് ഉണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റും സർവീസും ഈവൻ ഒരു സ്കോപ്പ് ഇല്ലാത്ത ഏരിയ വരെ നമുക്ക് വിൽക്കാൻ പറ്റും. അതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ, പോഡ്കാസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കണേ. അതെ. അപ്പൊ അതേപോലെ സെയിൽസിലേക്ക് ഇറക്കി മക്കളെ കറക്റ്റ് എന്താണ് ഹൈലൈറ്റ് എന്നുള്ളത് ഡൈനിങ് റൂമെന്ന് പഠിപ്പിക്കുന്നു വ്യക്തമായി. എന്നിട്ട് ഒരു എഡ്യൂക്കേഷനും കൊടുത്ത്, അതിന് പറ്റിയ എഡ്യൂക്കേഷനും കൊടുത്തപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട്. പിന്നെ ചെറുപ്പത്തിൽ റെസ്പോൺസിബിലിറ്റി ഇട്ട് കൊടുത്ത്, പവർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുക. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ഒരു ബിസിനസ്, ഇപ്പം പിന്നെ ഫാദേഴ്സ് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു എംപയർ, അത് ട്രഡീഷണലായി പോകുന്നു. ഇതിനെ ഈ കമ്പനീനെ റെപ്രസെന്റ് ചെയ്ത് നമ്മളെ മാത്രം കമ്പനി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമല്ലോ, പലരും കണക്റ്റഡ് ആവും. ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവാം, പിന്നെ ബാങ്ക് ഒരു സ്റ്റേക്ക് ഹോൾഡർ ആവാം, ഗവൺമെന്റ് ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. 30% അവർക്കല്ലേ കിട്ടുന്നത് ഇൻകം ടാക്സ്. പിന്നെ ഒരുപാട് ഫാമിലീസ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണേ, ഒരു ജോലിക്കാരല്ല ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് കണക്കാക്കുന്ന ഒരു കോൺസെപ്റ്റ് സ്റ്റേക്ക് ഹോൾഡർ. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മുഴുവൻ റൊട്ടേറ്റ് ചെയ്യുന്നതും ലൈഫ് കൊണ്ടുപോകുന്നതും ഈ ഒരു ബ്രാൻഡിനെ അസോസിയേറ്റ് ചെയ്താന്നുള്ളൊരു ബോധം, അതിൻ്റെ ഒരു പോസ്റ്റിലേക്ക് വരുമ്പം അതിനെ ഇതുവരെ എത്തിച്ചതിന്റെ പരിക്ക് പറ്റാത്ത റെസ്പോൺസിബിലിറ്റീസ് ഇവരോടൊക്കെ നിങ്ങൾ ആൻസറബിൾ ആണ്. നോട്ട് ഫോർ ഫാദർ, ഇത് എൻ്റെ ഉപ്പാന്റെ കമ്പനി അല്ലേ, ഞാൻ ഉപ്പനോട് മറുപടി പറഞ്ഞാൽ പോരെ കറക്റ്റ് എന്നുള്ള ഫീലിങ്ങിന് പകരം ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടൊക്കെ ഞാൻ മറുപടി പറയേണ്ട ഉത്തരവാദിത്വ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്, ഡ്യൂട്ടി ഉണ്ട് എന്നുള്ള ആ ഒരു സാധനം കറക്റ്റ് ഇവരിലേക്ക് പിന്നെ പാസ് ഓൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കറക്റ്റ് സസഷൻ പ്ലാനിങ് ആയി. അല്ല, പക്ഷെ അവരൊക്കെ ആയിട്ട് മിങ്കിള് ചെയ്താലല്ലേ ഇത് മിങ്കിള്. അപ്പൊ അതിന് ചെയ്യേണ്ടത് ഗ്രൗണ്ട് ലെവലിലേക്ക്. ഇപ്പൊ ഹൈലൈറ്റ് വളരെ ഈ പറഞ്ഞ എക്സാമ്പിൾ ഹൈലൈറ്റിൻ്റെ ആണ്. മലബാറിൽ ഷംലാൽ വന്ന്, ഷംലാൽ ഇന്റർനാഷണൽ MD ആയത്. ഷംലാല് മലബാർ ഗോൾഡിലെ കോഴിക്കോട് സ്റ്റോറിലെ സെയിൽസ്മാൻ ആയിരുന്നു. യൂണിഫോം ഇട്ടിട്ട് അവിടെ ഇരുത്തി. അപ്പൊ സെയിൽസ് എന്ന് വന്നു. അതേപോലെ സുലൈമാൻക്ക് ചെയ്തത് നേരെ കൊണ്ടുപോയിട്ട് MD ആയിട്ട് ഇരുത്തില്ല, പിന്നെ അവിടുത്തെ സീനിയർ സെയിൽസ് ഹെഡുകളെ കൂടെ ഇവരെ മക്കളിട്ടു. അങ്ങനെ മിങ്കിൾ ചെയ്യിപ്പിച്ചു, എമംഗ് ദം എന്നുള്ളൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യിച്ചിട്ട് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ഒരു സസ്റ്റൈനബിലിറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൈലൈറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അതെ നാളെ ആലോചിക്കുന്ന ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ സുലൈമാൻക്ക് ഇല്ലാതായാൽ മനുഷ്യനല്ലേ, എന്ത് സംഭവിക്കും? അപ്പൊ ഇതിന്റെ കണ്ടിന്യൂറ്റി ഉണ്ട്. പ്രൈവറ്റ് ഇക്വിറ്റി തിങ്ക് ചെയ്യണ വേറൊരു മോഡൽ. അതാണ് ഈ പ്രൊമോട്ടർ സിസ്റ്റം ഡ്രിവൺ ആവണം. സിസ്റ്റം ഡ്രിവൺ ആണെങ്കിലും ഒരാൾ വേണമല്ലോ, 1-2 ആൾ വേണം. അപ്പോൾ നെക്സ്റ്റ് പിന്നെ സസഷൻ പ്ലാനിൽ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് പെട്ടെന്ന് ഒരാളെ കൊണ്ടുപോയി അവിടെ സ്പൂൺ ഫീഡ് ചെയ്ത് ഇരുത്തിയാൽ നിലനിൽപ്പുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട്
വ്യക്തമായിട്ട് ഇവരെ മിങ്കിൾ ചെയ്ത് ടീമുമായിട്ട് മിങ്കിൾ ചെയ്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് മിങ്കിൾ ചെയ്ത് നിങ്ങളെ ഓൺലൈൻ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 50 പരം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പലരും നമ്മളടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരാറുണ്ട്. ഇപ്പം അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെയുള്ള യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഉണ്ട്. അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. അപ്പോൾ കേപ്പബിൾ ആക്കിയിട്ട് കൊണ്ടുപോയത് നല്ലൊരു ഒരു പ്ലാൻ. പിന്നീട് എന്താ അതെ, വെച്ചാൽ ചെറുപ്പത്തിലെ ഡൈനിങ് ടേബിൾ ബോർഡ് റൂമിലിരുത്തി ഡൈനിങ് ടേബിൾ ബോർഡ് റൂമിൽ അപ്പൊ ഏകദേശം ബിസിനസിന് ഒരു നാക്ക് കിട്ടി. പിന്നെ ഗ്രൗണ്ട് ലെവലിൽ സെയിൽസ്മാൻമാരുടെ കൂടെ ഇരുത്തി. പിന്നെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിൽ ഇരുത്തി. പിന്നെ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ കോർഡിനേറ്റ് ചെയ്യിപ്പിക്കുന്നു. ആ കോർഡിനേറ്റീവ് ഓട്ടോമാറ്റിക്കലി ഇതിൽ വരും. കാരണം പലരും ആലോചിക്കുന്ന സക്സഷൻ പ്ലാനിലെ റോങ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ മക്കളെ പിടിച്ചിട്ട് നേരെ MD ആക്കി കറങ്ങുന്ന കസേരയിൽ ഇരുത്തി AC റൂമിൽ ഇരുത്തിയാൽ ആ സ്ഥാപനം മറ്റേ ഇടിഞ്ഞു പൊളിഞ്ഞു എടുക്കും. കാരണം ഈ പെയിൻ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ വന്ന വഴി, ഫൗണ്ടർ വന്ന വഴിന്റെ പെയിൻ അത് കറക്റ്റ് അവരിലേക്ക് പാസ് ഓൺ ചെയ്താൽ ആ പെയിൻ അവരുടെ മൈൻഡിലുണ്ടാവും. ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് എന്നോട് മോൻ ചോദിച്ചു, പപ്പ എപ്പോഴും ഈ സ്റ്റോറി പറയല്ലോ, പപ്പ ഓഫീസിന് കഷ്ടപ്പെട്ടത് സ്റ്റോറി പറയല്ലോ. അത് ഞാൻ മനസ്സിലാക്കുന്നത് പപ്പ എന്നെ CS കമ്പനി സെക്രട്ടറി ആക്കാൻ വേണ്ടിയിട്ടാണോ? ഞാൻ പറഞ്ഞ നിന്നെ കമ്പനി സെക്രട്ടറി ആക്കാൻ നീ എക്സാം പാസ്സാകണം, ട്രെയിനിങ് അത് ഇതൊക്കെ പോകണം, അത് റൂൾ പ്രകാരമുള്ള കാര്യങ്ങൾ പോകണം. നിന്നെ ഒരു സക്സസ്ഫുൾ കമ്പനി സെക്രട്ടറി ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ പണി തുടങ്ങണം. ഞാൻ എടുത്ത വഴി, പെയിൻ എടുത്ത വഴി നീ അറിഞ്ഞാലേ അതിൽ നിന്നെ വാല്യൂ അഡീഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം AI ടെക്കി അത് നമ്മുടെ ഡിജിറ്റൽ യുഗത്തിൽ നിനക്ക് എങ്ങനെ അതിന്, ഞാൻ അന്ന് എടുത്ത പെയിൻ ഇനി വരാതിരിക്കണമെങ്കിൽ അതിനെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ കാലം മാറ്റണം, നീ തിങ്ക് ചെയ്യണമെങ്കിൽ പുതിയ തിങ്കിങ് വരണ്ടേ? അത് ആലോചിക്കണമെങ്കിൽ ഇപ്പോഴേ ഇതറിയണം, ബേസ് അറിയണം. സുലൈമാൻ കയ്യിൽ സക്സസ് ആയി. സുലൈമാൻക്ക് അതിനനുസരിച്ചുള്ള സ്ട്രക്ചർ കമ്പനിയിൽ ഹോൾഡിംഗ് കമ്പനി കൊണ്ടുവന്നു. പിന്നെ അതേപോലെ സുലൈമാൻഖിന്റെ ഏട്ടന്മാരെ മക്കളായിരുന്നു ഇതിൻ്റെ ഒരു ലെവലിൽ. ആദ്യം മെഹബൂബ്ക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഓരൊക്കെ എക്സിറ്റ് ആയതിനു ശേഷം ബ്രദേഴ്സിന്റെ മക്കൾ നല്ല കപ്പാസിറ്റിയിലെ യങ് വളരെ ചുള്ളന്മാരെ കൊണ്ടുവന്ന് ഓരോ സീറ്റിലിരുത്തി നല്ല റെസ്പോൺസിബിലിറ്റി തലയിലിട്ട് എടുക്കാൻ പോന്നാത്ത റെസ്പോൺസ്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഗ്രോ ചെയ്ത് പിന്നെ അവരൊക്കെ ഇളയ മോൻ, അവരെ കൂട്ടത്തിൽ ഏറ്റവും ഇളയ മോനാണ് അജിൽ. അജിലിനെ കൊണ്ടുവന്ന് നേരെ കൊണ്ടുപോയിട്ട് ഒരു വലിയ പോസ്റ്റ് എത്തി ഇതേപോലെ പ്രോസസ്സിലൂടെ കടത്തി കൊണ്ടുപോയിട്ട് ഓനെ CEO ആക്കി. ഇപ്പം എല്ലാ ഇൻ്റർവ്യൂസിലും അവർ അവാർഡ് ഫംഗ്ഷനിലും പബ്ലിക് ഫംഗ്ഷനിലൊക്കെ അവനെ കൊണ്ട് സ്പീച്ചൊക്കെ നടത്തുക. പബ്ലിക്കിന് അവനെ അറിയാൻ തുടങ്ങി. കറക്റ്റ്, ശരിയാണ്. അവനറിയാൻ തുടങ്ങിയപ്പോൾ അവൻ എന്താ ചെയ്യുന്നത്, പപ്പ ചെയ്തതിനേക്കാൾ നന്നായിട്ട് എനിക്ക് എന്തെങ്കിലും സംതിങ് ന്യൂ ചെയ്യണമെന്ന് അറിയാതെ ഓട്ടോമാറ്റിക്കലി വരും. ജസ്റ്റ് ഇപ്പൊ ട്രഡീഷണൽ ഇപ്പൊ നമ്മളെ ഒരു ഫാമിലി ഓറിയന്റഡ് ബിസിനസ്സിൽ ഈ തറവാട്ടുകാരുടെ ബിസിനസ്സിലൊരു മൈനസും അതാ. അവര് നേരെ തുടക്കത്തിലെ മക്കളൊന്നും വെയിലൊന്നും കൊള്ളിപ്പിക്കൂല, നേരെ കൊണ്ടിരുത്താം. അത് കറങ്ങണ കസ, നേരത്തെ പറഞ്ഞ കറങ്ങണ കസാല ഇരുത്തുന്നതുകൊണ്ട് അവർ സ്കെയിലപ്പ് ചെയ്യുന്നില്ല. ആ ഒരു പ്രതാപം കൊണ്ട് ഓടുന്നു എന്നല്ലാതെ പുതിയ മാർക്കറ്റിന് പറ്റിയ രീതിയിലേക്ക് അവര് കേപ്പബിൾ ആവുന്നില്ല. അതിൽ വ്യത്യസ്തമായിട്ട് ചിന്തിച്ച വേറൊരു ഈ ഉദാഹരണത്തിന് എനിക്ക് പറയാനുള്ള KRS നമ്മളൊരു ക്ലൈന്റാ. KRSന്റെ കേരള റോഡ്വേസ്, ലോജിസ്റ്റിക് അവർ ഈ കോവിഡിന്റെ ഒക്കെ സമയത്ത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും KRS ഒരു പയനീർ ബ്രാൻഡാണ്. ലോജിസ്റ്റിക്കില് കേരളത്തിലെ നമ്പർ 1 ബ്രാൻഡാണ്. അതെ, അത് ഗ്രാൻഡ് ഫാദർ ആയിട്ട് ഉണ്ടാക്കിയത് പിന്നെ സിറാജ് KRS കുഞ്ഞാമത് CP കുഞ്ഞാമദ്ക്കൊക്കെ ഏറ്റെടുത്തു. പിന്നെ നെക്സ്റ്റ് ജനറേഷൻ നെസ്ലി ഉണ്ടായില്ലേ, നെസ്ലി അവരൊക്കെ വന്നു. അതിനൊക്കെ ശേഷം നെക്സ്റ്റ് ജനറേഷൻ ഇപ്പം സിറാജ് മക്കൾ വളരെ യങ് 4 ടാലന്റഡ് യങ്സ്റ്റേഴ്സ് വന്നു. സിറാജ് മക്കളെ കറക്റ്റ് നല്ല എഡ്യൂക്കേഷൻ കൊടുത്ത്, പുറത്തുനിന്നൊക്കെ എഡ്യൂക്കേഷൻ കൊടുത്ത് ആ ബിസിനസ്സിലേക്ക് ഒരു ഇതേപോലെ നല്ല ഈ ഡൈനിങ് ബോർഡ് റൂം സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിലൂടെ ഒരു വന്നതിന് ശേഷം അപ്പം ഞാൻ ശരിക്ക് എനിക്കൊക്കെ ഉള്ള ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ രണ്ടും ഇടയിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെയൊക്കെ എന്നോട് പലപ്പോഴും നിങ്ങളെന്തോ ഏജ് ആയിട്ടും ആവശ്യമില്ലാത്ത കുട്ടികളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ ഏജ് ആയിട്ടില്ലല്ലോ, ഏജ് 48 ഒക്കെ ഉണ്ട്. അത് അപ്പോൾ പക്ഷെ ഏജ് ഇല്ലാതെ തുടരുന്നെന്ന് വെച്ചാൽ എനിക്കറിയാം നാളെ സുലൈമാൻഖിനെയോ മലബാർ അഹമ്മദ്ഖിനെയോ അല്ലെങ്കിൽ സിറാജ്ഖിനെയോ ഒന്നുമല്ല നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടത്, ഇവരെ നെക്സ്റ്റ് ജനറേഷനെ. അപ്പൊ അവർക്കനുസരിച്ച് എൻ്റെ കമ്മ്യൂണിക്കേഷൻ മാറണം. എൻ്റെ അതെനിക്ക് ഫീൽ ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ സിറാജ് ഖാൻ്റെ ഒക്കെ മക്കള്
പണ്ട് ഇന്നൊരു തരം അസൈൻമെന്റ് തന്നാൽ നമ്മളൊരു 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ചോദിക്കുന്നത് വിത്തിൻ 48 hours നമ്മളൊരു 48 hours കൊണ്ട് എന്തായാലും ചോദിക്കുക, ചിലപ്പോൾ 24 hours. അവർക്ക് പിന്നെ പഴയ പണ്ട് മുതലേ ഉള്ള ഓഡിറ്റർ വേണമെന്നോ പണ്ട് മുതലേ ഉള്ള കൺസൾട്ടന്റ് വേണമെന്നൊന്നുമില്ല. റിസൾട്ട് ആര് കൊടുക്കുന്നോ എത്രയും പെട്ടെന്ന് എടുക്കുന്നോ ഒരേ റീറ്റെയിൻ ചെയ്യാം. അപ്പൊ അവർക്കനുസരിച്ച് മാറണം. അപ്പൊ സിറാജ് ഖാന്റെ മക്കൾ വളരെ കാലത്തിനനുസരിച്ച് കോലം മാറിയിട്ടില്ലെങ്കിൽ നമ്മളവര് മാറ്റും. അപ്പൊ ഇപ്പൊ നെസ്ലി എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. പിന്നെ നെസ്ലി അതിലെ മെയിൻ ഒരു പോർട്ട്ഫോളിയോ നോക്കുന്ന ആളാണ്. നെസ്ലി അടക്കം ഭയങ്കര എന്താ പറയുക, നെസ്ലിന്റെ നെക്സ്റ്റ് കുട്ടികളായി നെസ്ലിക്ക് ചെറിയ കുട്ടികളെ കൊണ്ടുവരണമെങ്കിൽ മാറേണ്ട സിറ്റുവേഷൻ മനസ്സിലാവുകയാണ്. അപ്പൊ ഇത് വളരെ സ്മൂത്ത് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് തുടക്കത്തിലെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ ഇബ്രാഹിം ഹാജിക്ക നമ്മൾ കണ്ട വീടും മൊണ്ടാനെന്ന് വരുമ്പോൾ ഇബ്രാഹിം ഹാജിക്ക മരിച്ചു പോയതുകൊണ്ട് പെട്ടെന്ന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് വളരെ മനോഹരമായിട്ട് ഒരു അതിനെ സക്സഷൻ പ്ലാനിന് ഇതിലൊക്കെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ ഇവരെ ബേസ് ഡോക്യുമെന്റ് നമ്മൾ അടുത്ത എത്രയോ തലമുറക്ക് പാസ് ഓൺ ചെയ്യാനുള്ള സെറ്റ് ചെയ്ത് വെച്ചാൽ അത് നമ്മളെ റോളാണ്. ഹോൾഡിംഗ് കമ്പനി സ്ട്രക്ചർ, ഫാമിലി ഓഫീസ് എന്ന് പറഞ്ഞൊരു US കോൺസെപ്റ്റ് ഉണ്ട് അമേരിക്കയിലെ. ഇന്ത്യയിലുണ്ട് ഫാമിലി ഇന്ത്യയിലെ ഓഫീസസ്. ഇൻവെസ്റ്റ്മെന്റ് ആണ് കാര്യം. ഈ ഫാമിലി ഓഫീസസ് വ്യക്തമായ സക്സഷൻ പ്ലാൻ. ഞാൻ ഒരിക്കലും കാലിക്കറ്റ് ട്രേഡ് സെന്ററിലൊരു കൊച്ചിൻ ബേസ്ഡ് പിന്നെ ഒരു ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഡോ ചാമ്പർ എന്ന് പറഞ്ഞൊരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടൊരു അവർ വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എനിക്കന്ന് തന്നിനെ സംസാരിക്കാൻ, ഈ പറഞ്ഞ സക്സഷൻ പ്ലാനിങ്. അത് അപ്പം ഞാൻ അതിനു വേണ്ടി പഠിച്ചു നോക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ബിസിനസ്സും ഫാമിലി ഓറിയന്റഡ് ബിസിനസ്സാണ്. കറക്റ്റ്. ഇപ്പം ധീരുഭായ് അംബാനി ഫേമസ് ആവുന്നത് ശരിക്ക് മുകേഷ് അംബാനിയിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അംബാനി എന്നുണ്ട്, പക്ഷെ അതിന് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിച്ചത് മുകേഷ് അംബാനിയാണ് അല്ലേ? ഇപ്പൊ ആകാശ് അംബാനിയും പിന്നെ ഇഷ അംബാനിയും ആനന്ദ് അംബാനിയും ഒക്കെ നമ്മൾ അറിയുന്നത് എന്താ, ഓരോ പോർട്ട്ഫോളിയോ ജിയോ കൊണ്ടുവന്നു, അതില് ഒറ്റയടിക്ക് MD ആക്കിയിട്ടില്ല. ഇപ്പം ലാസ്റ്റ് AGM-ലാണ് പിന്നെ ആകാശ് അംബാനിനെ ഓൾ ടൈം ഡയറക്ടർ ആക്കിയിട്ട് മുകേഷ് അംബാനി കൊണ്ടുവന്നത്. മുകേഷ് അംബാനിന്റെ മോൻ ആദ്യമേ ഇരുത്താലോ. കറക്റ്റ്, ശരിയാണ്. പക്ഷെ ഇത് പഠിപ്പിച്ചെടുത്ത് അപ്പോൾ ഈ സക്സഷൻ പ്ലാനിന് എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല നെക്സ്റ്റ് ജനറേഷൻ എസ്പെഷ്യലി 2000 ജെൻസി എന്നല്ല ഇതിന് പറയും. ജെൻസിക്കാർക്ക് എന്ന് പറഞ്ഞാൽ ക്ഷമ ഉണ്ടാവില്ല, അവർക്ക് തീരെ ക്ഷമ ഉണ്ടാവില്ല. അപ്പം നടക്കണം, സ്പോട്ടിൽ നടക്കണം. കാരണം അവര് പറയാ, പിന്നെ നമ്മൾ ഇപ്പൊ ഞാനൊരു അഡ്വൈസ് കൊടുത്താലേ അവര് അതപ്പം വെരിഫൈ ഉണ്ട്, ChatGPT-ലിട്ട് ജെമിനിയിലിട്ടിട്ട് വെരിഫൈ ഉണ്ട്. കറക്റ്റ്. അപ്പൊ നമ്മൾ പറയുന്നത് റോങ് ആകാൻ പാടില്ല. നമുക്കുള്ള ചാലഞ്ച് അതാ. നമ്മൾ ബുക്ക് നോക്കി പറയുന്നതും അവരപ്പം തന്നെ വെരിഫൈ ചെയ്യാണ്. ഞാനൊരു മീറ്റിങ്ങില് കുറച്ച് യങ്സ്റ്റേഴ്സിന്റെ പിന്നെ മലബാറിലെ അഹമ്മദ്ക്ക് ഒരിക്കല് പിന്നെ അവരെ 3rd ജനറേഷനെ കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് അല്ല പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മീറ്റിങ്ങിൽ തന്നെ അവരിരുത്തണം. അപ്പൊ അഹമ്മദ്ഖാന്റെ വീട്ടിലെ ഡൈനിങ് ടേബിളില് നമ്മൾ അന്ന് എൻ്റെ പിന്നെ കൂടെ EYന്റെ സൗത്ത് ഇന്ത്യ ഹെഡ് ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടാണ്, അവരെയും കൂടി വിളിച്ചിരുന്നു. അവർ കുറെ കമ്പനി ചെയ്തതല്ല. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ബേസിക് ഡിസ്കഷൻ, ഞാൻ ആ ഡിസ്കഷന്റെ അജണ്ട ഒക്കെ സെറ്റ് ചെയ്തു. ഞാൻ അമ്മക്കിനോട് പറഞ്ഞു, നമുക്ക് നിങ്ങൾക്ക് 2 മക്കളാണ്, ഷംലാലും സൗജത്ത് സണ്ണിൻലോ അഷർ. ഇവരെ മക്കള് അഷറിന് മകൾക്ക് 2 ആൺകുട്ടികളും മകന് ഷംലാൽ 3 പെൺകുട്ടികളാണ്. ഒരു കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്, ഒന്ന് 10th പഠിക്കുന്നുണ്ട്, 8th പഠിക്കുന്നുണ്ട്, ഒന്ന് 4th 5th. കണ്ടിന്യൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരെല്ലാരും ഇരുത്തണം, നോട്ട്ബുക്കും പെന്നും കൊടുത്തിട്ട് പിന്നെ പാഡും പെന്നും കൊടുത്തിട്ട് ഇരുത്താൻ പറഞ്ഞു. അപ്പൊ അവരിരുന്നപ്പോ അവർക്കൊരു അജണ്ട അറിയില്ല. സംസാരിച്ച് തുടങ്ങിയപ്പോ ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യാം, അതിൽ തന്നെ കുറച്ചുപേര് നോട്ട് ചെയ്യൽ തുടങ്ങി. അപ്പൊ വലിയ ബിസിനസ്സിനെ 50,000 കോടി ടേൺ ഓവർ 60,000 കോടി ടേൺ ഓവറുള്ള ബിസിനസിന്റെ കഥയാണ് ഈ ടേബിളിൽ പറയുന്നത്. ഇരിക്കുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടിയാ. കാരണം അവരിപ്പൊ തന്നെ ഇത് തുടങ്ങിയിട്ട് ഇതിനെന്ത് വേണം ഡോക്യുമെന്റേഷനിൽ അവയർനെസ് ഉണ്ടാക്കുന്ന പണി അപ്പം തന്നെ തുടങ്ങി. എന്നിട്ട് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അവരോട് ഓരോ സാധനം ഇടാൻ വേണ്ടി പറയും. അപ്പൊ അവര് നമ്മളെ കാണുമ്പോൾ അശികങ്കിൽ ഞാൻ അത് നോക്കിയിട്ട് ഇട്ടിരുന്നു കേട്ടോ എന്ന് പറയാം. അപ്പൊ അവരിതിലേക്ക് വന്ന് ബിസിനസ് അവർക്ക് അറിയാം, പക്ഷെ ഈ ഇമ്പോർട്ടൻസ് ഇല്ല, സ്ട്രക്ചറിങ് ഇമ്പോർട്ടൻസ്.
100 പറയുമ്പോൾ ഒന്നായിരിക്കും കയറുന്നുണ്ടാവും, കാരണം അത്ര യങ്ങല്ലേ. പക്ഷെ കയറി തുടങ്ങും. ഇതേപോലെ നെക്സ്റ്റ് ജനറേഷന് ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂ ഡിലിജൻസ്, നാളെ ഡ്യൂ ഡിലിജൻസ്, ഇന്ന് അതിനെ ഫൗണ്ടേഴ്സ് എഗ്രിമെൻ്റ് എന്നോ അല്ലെങ്കിൽ പിന്നെ ബോർഡിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെൻ്റ് എന്നോ അല്ലെങ്കിൽ റെസ്പോൺസ് പിന്നെ KPA KRA നമ്മൾക്ക് ഓരോ ഇതുണ്ടാവില്ലേ, ഡയറക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, ഇങ്ങനെ കുറേ പേരിട്ട് വിളിക്കുന്ന സാധനം ഒരു ചിലപ്പം ChatGPT കാണുന്നുണ്ടാവും, അവർ ചിലപ്പോൾ ChatGPT കാണും. അതിൻ്റെ ഇമ്പോർട്ടൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള മേഖല അവരവരുടെ സറൗണ്ടിങ്സിൽ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്താൽ പെട്ടെന്ന് ഗ്രോ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ ഡൈനിങ് ബോർഡ് റൂമിൽ നിന്ന് തുടങ്ങണം നെക്സ്റ്റ് ജനറേഷനിലേക്കുള്ള ബിസിനസിൻ്റെ ഹാൻഡിങ് ഓവർ എന്നാണ് എന്റെ കൺക്ലൂഷൻ. അത് പറഞ്ഞിട്ട് നമുക്ക് ഈ പോഡ്കാസ്റ്റോടെ അവസാനിപ്പിക്കാം. ഇത് കുറേ കഥ, ഹൈലൈറ്റിന്റെ കഥ, പൃഥ്വിരാജിന്റെ കഥ ഉണ്ട്, മമ്മൂട്ടി കമ്പനീന്റെ കഥ ഉണ്ട്, ഇതിനൊക്കെ മൈജിയുടെ ഇതുണ്ട്. തീരൂല. അതെ, ബെസ്റ്റ് പരിപാടി എന്താ അറിയോ, നിങ്ങൾ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങിക്കോളി. ഇന്ന് പോഡ്കാസ്റ്റ് തുടങ്ങി. അപ്പൊ ഇന്നത്തെ ഷാന്റെ ഉടായ്പ് നമ്മള് ഈ പിന്നെ ഇവിടെ വെച്ചിട്ട് എന്റെ ഓഫീസിന് മുമ്പിൽ വെച്ചിട്ട് തന്നെ അവസാനിപ്പിക്കുക. അവസാനം എന്നെ കയറ്റിയോട് തന്നെ അല്ലേ, ഓഫീസിന് മുന്നിൽ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇത് എനിക്കും ഒരു അനുഭവമാണല്ലോ, കാരണം നമ്മൾ ഈ ക്ലയന്റിനോട് സംസാരിക്കുന്നു എന്നല്ലാതെ നിങ്ങളെപ്പോലുള്ള ഹൈ വൈബ്രന്റ് എല്ലാം പിന്നെ ഡിജിറ്റൽ യുഗത്തിലോ AI യുഗത്തിലൊക്കെ ഉള്ള ടെസ്റ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഇത് ആഷിഖ് തന്നെയാണോ നിങ്ങൾ നാളെ മറ്റൊരു ആഷിഖിനെ ക്രിയേറ്റ് ചെയ്യുന്ന വേൾഡാണ്. ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 10 ദിവസം കൊണ്ട് നിങ്ങളെ ഞങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ എക്സ്പേർട്ട് ആക്കി തരാം. 15 മിനിറ്റ് എല്ലാ ദിവസവും മുടക്കിയാൽ 10ാമത്തെ ദിവസം നിങ്ങൾക്കൊരു ലൈവ് ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരുപാട് പോഡ്കാസ്റ്റ് ഒരു പക്ഷേ ഇന്ന് തീരൂല. ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് വണ്ടിയിലെ ഡീസലൊക്കെ കഴിഞ്ഞാലും നമ്മൾ ഇത് പെട്രോൾ വണ്ടിയല്ല, പെട്രോൾ വണ്ടി, ഡീസൽ വീണ്ടും പെട്രോൾ വണ്ടി, ഈ വണ്ടിയിൽ തീരൂല. അതുകൊണ്ട് അടുത്ത നമുക്ക് ഇനിയും എനിക്ക് പിന്നെ 30 കൊല്ലത്തെ മലബാറിൻ്റെ സക്സസ് സ്റ്റോറീസിലെ എന്താ പറയുക സക്സസ് സ്ട്രാറ്റജീസ്, അതേപോലെ പൃഥ്വിരാജ് പ്രൊഡക്ഷനിൽ പൃഥ്വിരാജ് ഒരുപാട് ഇപ്പോൾ ബോളിവുഡിൽ എത്തിയ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് എത്തിയ സ്ട്രാറ്റജി, മമ്മൂട്ടി കമ്പനിയും മൈജിയും ഒക്കെ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഷാന് എനിക്ക് അവസരം തരികയാണെങ്കിൽ അതൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങും. ഇതാണ് ഈ ഒരു എന്താ പറയുക ഹാപ്പി സൺഡേയിലെ നമ്മുടെ പിന്നെ എന്താ പറയാ കൺക്ലൂഷൻ. തൽക്കാലം അടിച്ച് തീർത്തിയതാ. ഓക്കെ ഗൈസ്, താങ്ക് യു വെരി മച്ച്. ക്യാമറ ഒക്കെ ഓഫ് ചെയ്താ, ഈ ക്യാമറ മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇന്നത്തെ ഈ എപ്പിസോഡിന് ശേഷം എന്നാലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടായേക്കാം. ഈ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ടീമുമായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ ഇനി ഗസ്റ്റുമായിട്ട് നിങ്ങൾക്ക് ഒരു പെയ്ഡ് 1-on-1 കൺസൾട്ടേഷൻ വേണമെങ്കിൽ അതും ഈ ലിങ്കിൽ അവൈലബിൾ ആയിരിക്കും. സോ അവിടെ പോവുക, സാധനം ചെക്ക് ചെയ്യുക ആൻഡ് ഡു വാട്ട് ഈസ് നീഡഡ്.